സൗണ്ട് കേട്ടില്ലേ? കൊടുക്കാമായിരുന്നു. ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എക്സ്ട്രീം എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരും. നല്ല വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് കാലാകാലം നമ്മൾ ഡിപ്രിസിയേഷനും കുറവായിരിക്കും. അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് iPhone 15. വണ്ടി ബാക്കി നമ്മൾ റിസ്ക് ആണല്ലോ. ഇത് അങ്ങനെയല്ല. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് തിരിച്ചു വരാം. അതിന്റെ റിലയബിലിറ്റി, പിന്നെ ഇതുപോലെ പാർട്സ് കിട്ടും, അല്ലെങ്കിൽ വണ്ടി കേടാവും, കുറെ പൈസ ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്വന്തം പൈസ ഇട്ടിട്ട് വാങ്ങുന്ന ആ അഷ്യൂറിറ്റി ഉള്ള വണ്ടികൾ അത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ കമന്റ് വരുന്നെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആ നിഞ്ച കിളിക്കുഞ്ഞ്, ആ പച്ച കളർ വണ്ടി ആയിരിക്കും. ഇപ്പൊ നമ്മൾ നിങ്ങളെ മുന്നിൽ സൂപ്പർ ബൈക്ക് കാണിച്ചതല്ലേ, അത് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ച് നമ്മളെ ഷെയർ ചെയ്ത് നമുക്ക് വേണ്ട കമന്റുകൾ താഴെ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്കതൊരു കുളിരാണ്. ബ്ലേഡ് ആണ് ഇത്, ബ്ലേഡ് Z900. യെസ്, അതെ. ഹലോ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇതാ അടിപൊളി ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് സൂപ്പർ ബൈക്കിന്റെ കളക്ഷൻ കണ്ടോ. ഹാർലി ഡേവിഡ്സൺ, നിഞ്ച, അതുപോലെ തന്നെ നിങ്ങളൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും കാണാത്ത ഒരുപാട് വണ്ടികളാണ്. കളർഫുൾ ആയിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ വെച്ച വണ്ടികളാണ്. അത് ഫിനാൻസിന് കിട്ടും. നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ ഇത് ഡെലിവറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവുന്ന ഒരു ഷോറൂം ഡീറ്റെയിൽസ്. റൈഡേഴ്സ് കാർട്ടലിലെ ഒരു പുതിയ അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം. സൗരഭ് ബ്രോ, കളറാക്കണം. അങ്ങോട്ട് നോക്കി പറ, നമ്മളെ വീഡിയോയിൽ വേണ്ടി എന്തെല്ലാം കൊണ്ട് വെറൈറ്റി അഡാറ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും കൂടെ ഉണ്ട്. ഇതും കൂടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നല്ലേ, നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയി നമ്മൾ കൊടുക്കാൻ പോകുന്നത് iPhone 15, പിന്നെ അതുപോലെ തന്നെ iPhone 13 Pro, അതുപോലെ തന്നെ വേറൊരു സംഗതി കൂടി ഉണ്ട്, 50,000 rupees ക്യാഷ്. അപ്പൊ വീഡിയോ ഷെയർ ചെയ്തോളി, ലൈക്ക് അമർത്തിക്കോളി. അതോടെ തീർന്നില്ല. സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ 5 പേർക്ക് എന്താ കൊടുക്കുന്നത്? ക്യാഷ് പ്രൈസ്. അതായത് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിരുന്നോളി, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള സൂപ്പർ ബൈക്കുകളും ഏതൊരു വണ്ടി ഭ്രാന്തനാണെങ്കിലും ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടിരിക്കും എന്നുള്ളത് എനിക്കറിയാം. കാരണം ഓരോ വണ്ടിന് ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞു കൊടുത്താലോ നമുക്ക്? MV Agusta, Kawasaki ZX-10R, Kawasaki Z900, Triumph Street Twin, Street 750, Street Rod, Iron 83, 48, Fat Bob, Fat Boy. ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ട് നമ്മുടെ ഗാരേജിൽ. ഒരുപാട് വണ്ടികൾ വന്നങ്ങനെ പോകും. അതിന്റെ പൽവറും പിന്നെയും ഒരു വീഡിയോ നമ്മൾ അടിപൊളി കളക്ഷൻ ആയിട്ട് നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തായിരുന്നു അഭിപ്രായം? അടിപൊളിയായിരുന്നു. അതെ, കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിൽ കുറെ ബൈക്സ് സെയിൽ ആയിട്ടുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നു. ഹാപ്പിയാണ്. നമുക്കൊരു സൂപ്പർ ബൈക്കിന്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ്, അതുപോലെ പ്രൈസ്, ഇയർ, അതുപോലെ കിലോമീറ്റർ, ഇത് എങ്ങനത്തെ ആളുകൾക്ക് കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടാവില്ല. ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ. ഏതൊരു സാധാരണക്കാരനായാലും ഒരു ബഡ്ജറ്റുള്ള ആളുകളാണെങ്കിലും നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിലും സൂപ്പർ ബൈക്ക് ഓടിക്കണം എന്നുള്ളതും അതുപോലെ ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളതും ആഗ്രഹിക്കുന്ന ആളുകൾ പൊതുവെ ഇല്ലാത്തവരില്ല, അങ്ങനെ തന്നെ പറയാം അല്ലെ. എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ പലരുടെ അടുത്തും കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഇതൊന്നും ഓടിക്കാൻ ചാൻസ് കിട്ടാറില്ല. പക്ഷെ നമ്മുടെ റൈഡേഴ്സ് കാർട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാനുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ വാങ്ങാം. റൈഡേഴ്സ് കാർട്ടിൽ നമ്മൾ 3 years ago സ്റ്റാർട്ട് ചെയ്താണ്. സ്പൽബർ പറഞ്ഞ പോലെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെഗാ ഹിറ്റ് ആയിരുന്നു. അപ്പം അത് പ്രമാണിച്ച് നമ്മൾ സെക്കൻഡ് വീഡിയോ ഇറക്കുകയാണ്. അതിനെക്കാട്ടും വലിയ കളക്ഷനും വളരെ റെയർ ആയ എക്സോട്ടിക് മെഷീൻസ്. ഡീറ്റെയിൽ പോകുമ്പോൾ ബാക്കി അറിയാൻ പറ്റും. സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഏത് ബൈക്കാ വേണ്ടത് പാൻ ഇന്ത്യ നമ്മൾ കൊണ്ടുതരും. അതെ, അതായത് സൂപ്പർ ബൈക്കുകളാണോ നിങ്ങൾ മെയിൻ ആയിട്ട്? സൂപ്പർ ബൈക്കാണ്. 650 cc മേലോട്ടുള്ള സൂപ്പർ ബൈക്കുകളാണ് എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യും. ഈ കാണുന്നതൊക്കെ നമ്മളെ റെഡി സ്റ്റോക്കാ. ഇതിലല്ലാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് നിങ്ങൾക്ക് മോഹമുണ്ടോ? നമുക്ക് ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അത് നമ്മളിൽ ഇപ്പം ഇതുള്ളത് ഡുക്കാട്ടിയും കവാസാക്കി ബിഎം എല്ലാ സാധനവും വരുന്നുണ്ട്. അതിനൊക്കെ കാണിച്ചു കൊടുക്കണം നമുക്ക്. തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാം. എന്തായാലും ഇനി കൂടുതൽ നമ്മൾ പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് ഓരോ വണ്ടിന്റെ പോവാം. നമുക്ക് നിഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് നമ്മളെ പിള്ളേർ നമ്മൾ ഈ ഫോൺ ഇവിടെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഓക്കെ, 50,000 രൂപയുണ്ട്. ഫോണ് മാത്രമല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം സൗരഭ്? നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട സ്ട്രീറ്റ് 750 തുടങ്ങിയാലോ? ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു സൂപ്പർ ബൈക്കിന്റെ ഒരു സംഗതി എങ്ങനെയാണ് തുടങ്ങാൻ കാരണക്കാരനായത്, എങ്ങനെ ഒരു വണ്ടി ഭ്രാന്തനിൽ നിന്ന് എങ്ങനെ തുടങ്ങിയതാണ് എന്നുള്ളത്? ഇപ്പൊ ബേസിക്കലി നിങ്ങളെ പോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഭ്രാന്തുള്ള കൂട്ടത്തിലല്ലായിരുന്നു. അപ്പൊ അതിങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനോടുള്ള ക്രേസ് ഉണ്ട്. പിന്നെ നമുക്കൊരു കരിയർ ചൂസ് ചെയ്യേണ്ട സമയത്ത് ലക്കിലി എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റി. അതെ,
ഞാൻ അന്വേഷിച്ച് സൗരഭിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് കാർ ഓടിക്കില്ല. എന്നാൽ സൂപ്പർ ബൈക്കിൽ ഏതും എവിടേക്കും യാത്ര ചെയ്യും. ഏകദേശം ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം, സൗരഭ് ബ്രോ ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് 50,000 കിലോമീറ്ററിന് മേലെ അല്ലേ, 1 lakh കിലോമീറ്ററിന് മേലെ സൂപ്പർ ബൈക്കിൽ മാത്രം ഓടിച്ച് റൈഡ് ചെയ്തിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അത് പ്രത്യേക ഹൈലൈറ്റ് അയക്കുന്നത് ഇതുവരെ കാർ ഓടിച്ചിട്ടില്ല, സൂപ്പർ ബൈക്കിൽ 1,00,000 കിലോമീറ്റർ മേലെ ഓടിച്ച് റൈഡ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്രീഷിയേറ്റ് അതായത് ഒരു രക്ഷയില്ല. ഇതുപോലത്തെ ഒരു വണ്ടി ഭ്രാന്തനെ പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ റയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവർ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ കാണുന്നുണ്ടാവും. എന്തായാലും താഴെ വന്നിട്ട് കമന്റ് ഇടേ. നമുക്ക് തുടങ്ങാം. ഏത് വണ്ടിയിൽ നിന്ന് തുടങ്ങാം? അപ്പൊ നമുക്ക് സ്ട്രീറ്റ് 750 തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ നമ്മളെ ഹാർലിന്റെ നിങ്ങൾ ബൈക്ക് ഫ്രണ്ടിലേക്ക് എടുത്തോളൂ. ഫ്രണ്ടിലേക്ക് എടുക്കാം അല്ലേ. എനിക്കിത് ഓടിക്കാനുള്ള ഒരു ചെറിയ അവസരം കൂടി കിട്ടുകയാണ് കേട്ടോ ഇതിലൂടെ. ഞാൻ ജസ്റ്റ് ഇതിന്റെ സൗണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലുക്ക് ഒന്ന് സൈഡിലൂടെ കാണിച്ചു തരാം. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. യെസ്, കാണുന്നില്ലേ? ഓക്കെ സൗരഭ് ബ്രോ പറഞ്ഞോളൂ ഇതിന്റെ കാര്യങ്ങൾ. വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയാം. എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ ഇതിനെ പറ്റി അറിയാൻ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ നോട്ടായിട്ട് പറയട്ടെ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയുന്ന ആളുകളുണ്ടാവും. അവർ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ അറിയാത്തവർക്ക് കൂടെ ഒന്നുകൂടി ഈസി ആയിട്ട് പറഞ്ഞു എന്നുള്ള ഉദ്ദേശം. ഓക്കെ, നമുക്ക് പറഞ്ഞോളൂ. അപ്പം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു മോഡലായിരിക്കും. ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് 750 പറഞ്ഞ മോഡലാണ്. ഓക്കെ, സോ ഇവിടെയുള്ള എല്ലാ ബൈക്സ് പോലെ ഇതും സെയിലിനുള്ള ബൈക്കാണ്. പിന്നെ ജസ്റ്റ് ബേസിക് സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് 2018 മോഡലാണ്. വിച്ച് മീൻസ് ABS 2017 ഓൺവേർഡ്സ് വരുന്ന ബൈക്കാണ് അത്. ഇവിടെ ABS ഉള്ള ബൈക്സിന് ഹാർലി ഡേവിഡ്സൺ ഇങ്ങനെ റൈറ്റിംഗ് ഉണ്ടാവും. നോൺ ABS ബൈക്സിന് ഹാർലി ഡേവിഡ്സന്റെ എംബ്ലം ഉണ്ടാവുക. അപ്പം അതൊരു യൂണിക്കാണ്, അത് യൂണിക് ആയിട്ടുള്ള വരുന്നതാണ്. മീൻസ് ABS വണ്ടി ഏതാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ പെട്ടെന്ന്. ഇതാണുള്ളത്. അപ്പം ഈ പെർട്ടിക്കുലർ ബൈക്ക് 2018 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് 15,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബ്രാൻഡ് ന്യൂ ബാക്ക് ടയർ ആണ്. ഫ്രണ്ട് ടയർ നിങ്ങൾക്ക് ഓക്കെ കാണാൻ 90% എല്ലാം സെറ്റ് ആണ്. പൊതുവെ പറയുന്ന പോലെ തന്നെ വെയർ ആൻഡ് ടയർ പാർട്സ് ഒക്കെ മിനിമം 50% നമ്മുടെ അടുത്ത് കൊടുക്കുന്ന ക്വാളിറ്റിയെ പറ്റി കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് വിചാരിച്ചിട്ട് പ്രൈസ് ഹൈയോ ആയിരിക്കില്ല. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. ബൈക്കിന്റെ ക്വാളിറ്റി നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടാവും. പ്ലസ് വെയർ ആൻഡ് ടയർ പാർട്സും കാര്യങ്ങളും. അതായത് നിങ്ങളൊരു ബൈക്ക് നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് പിന്നെ കുറെ പോയി പൈസ സ്പെൻഡ് ആക്കുക. അതാണ് സൂപ്പർ ബൈക്ക് വാങ്ങുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും വലിയ പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പൈസ ചെലവാകും. യൂസ്ഡ് വണ്ടി പണി വരുമോ, ഫുൾ A to Z നമ്മൾ ബൈക്കിന്റെ ബേസിക് ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ. വെയർ ആൻഡ് ടയർ പാർട്സിന്റെ ലൈഫ് എത്ര, അടുത്ത സർവീസ് എത്ര വരുന്നുണ്ടാവും, ഇൻഷുറൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും. അതായത് നിങ്ങൾക്കൊന്നും അറിയാൻ ബാക്കി ഉണ്ടാവില്ല. പ്ലസ് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് പൈസ ചെലവാക്കാൻ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരില്ല. അതായത് വണ്ടി എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക, അതല്ലേ നാട്ടില് രാജാവേ നടക്കുക. അതാണല്ലോ സൂപ്പർ ബൈക്ക്. ഓക്കെ, നമുക്ക് ഈ വണ്ടിനെ പറ്റി ജസ്റ്റ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഫിനാൻസിന്റെ കാര്യങ്ങളാണെങ്കിൽ ഇത് 2000 നമുക്ക് ഫൈനാൻസ് KL രജിസ്റ്റേർഡ് ബൈക്സിന്, ഒറിജിനൽ KL ബൈക്സ് എല്ലാ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അതെ, സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് KL രജിസ്ട്രേഷൻ ബൈക്സ് ആണ്. 2018 ആൻഡ് അബവ് മോഡൽസ് അതിലാണ്. അപ്പൊ ഇത് 2018 ആയതുകൊണ്ട് നമുക്ക് ഇത് ലോൺ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ നമ്മൾ ആസ്കിംഗ് റേറ്റ് എത്ര ഗസ് ചെയ്തൊക്കെ 475 ഹാർലി ഡേവിഡ്സൺ ആണ്. ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 ഇത്രയും നല്ല കണ്ടീഷനിലുള്ള ഒരു ബൈക്കാണ്. ഒന്നിനൊരു പോയിന്റ് ആയിട്ട് വരെ നോക്കുകയാണെങ്കിൽ ഇതിൽ മൈന്യൂട്ട് ആയിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം കാണുമ്പോൾ ചെറുതാണെങ്കിൽ 30,000 രൂപ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ എഞ്ചിൻ ഗാർഡും ഈ 30,000 പറയുമ്പോഴേ നമ്മളിതിൽ 5 lakh 7 lakh ഒക്കെ ചെയ്ത വണ്ടികളുണ്ട്. ആക്സസറീസ് 6 ലക്ഷം 8 ലക്ഷം ചെയ്ത ആക്സസറീസ് ഉള്ള ബൈക്കും നമ്മൾ അതിലേക്ക് വരാം. തുടക്കത്തിൽ ഇത് നമ്മളൊരു 30,000 മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. അതായത് നമ്മളൊക്കെ ഒരു ബൈക്ക് എന്നുള്ള സ്വപ്നമായിട്ട് നടക്കുമ്പോൾ ഒരു 30,000 രൂപക്ക് നമുക്കൊരു ബൈക്ക് കിട്ടും, ചിലപ്പോൾ പൾസർ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു സംഗതി നമുക്ക് ആക്സസറീസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ടെന്നുള്ള ഇനി 6 ലക്ഷം 5 ലക്ഷം വരുന്നതുകൊണ്ട് നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത് പറയാം. ഓക്കെ, ഇത് നിങ്ങൾ എടുത്തോളെ. അതായത് കഴിഞ്ഞ വീഡിയോയിലും നമ്മളായിരുന്നു ഫ്രണ്ടിലേക്ക് എടുത്തിരുന്നത്, റിട്ടേൺ എടുത്തിരുന്നത് സൗരഭ് ബ്രോ ആയിരുന്നു കേട്ടോ. യെസ്, ഇത് സ്റ്റോക്ക് സൗണ്ടാണ്. നേരെ ഇങ്ങനെ വരുന്നുണ്ട്. അതേ ഫ്രെയിമിൽ തന്നെ വെക്കാം അല്ലേ? അതേ സ്ഥലത്തിന് വെക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്ന പറഞ്ഞാൽ നമ്മളെ സ്ട്രീറ്റ് റോഡാണ്. ഭദ്രമായിട്ട് എടുത്ത് വെച്ചു. ഐഫോൺ കൂടെ ഭദ്രമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ റിവ്യൂ പറഞ്ഞ വണ്ടിയിലേക്ക് നമ്മൾ ഐഫോൺ മാറ്റി. ആർക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് അല്ലെങ്കിൽ ആർക്കാണ് കിട്ടാൻ പോകുന്നത് കണ്ടറിയാം. ഓക്കെ, അപ്പൊ ഇത് നെക്സ്റ്റ് വരുന്ന പറഞ്ഞ സ്ട്രീറ്റ് റോഡാണ്. 2017 മോഡൽ. നിങ്ങൾ ബൈക്ക് ഫ്രണ്ടിലേക്ക് എടുക്കും, ബാക്കി നമുക്കൊരു ഇത് കിട്ടുള്ളൂ അല്ലേ പറയാനൊരു. യെസ്, ഓക്കെ. ഇതിന്റെ
സൗണ്ട് രക്ഷയില്ലട്ടാ കേട്ടോ, എല്ലാരും കേട്ടില്ലേ? എന്നാ അടിച്ചു കയറി വാ. ഇത് പൊളി സാധനം അല്ലേ? എന്താണ് ജസ്റ്റ് പേര് പറഞ്ഞോളൂ, അതിന് അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. അപ്പൊ ഇതാണ് ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് സീരീസിലാണ് സ്ട്രീറ്റ് 750 വരുന്നത്. അതിൽ സ്റ്റെറോയിഡ് അടിച്ച പോലത്തെ ഒരു വേർഷൻ ആണ് ഈ സ്ട്രീറ്റ് റോഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ യെല്ലോ ആ യെല്ലോ നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് 5 മാസമായി ഉണ്ടാവില്ലേ? അതെ, നല്ല സപ്പോർട്ട് കിട്ടി. ഇപ്പോഴും കസ്റ്റമേഴ്സ് വന്നിട്ട് ആ വണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെല്ലോ കളറിന് അത്രയും ഡിമാൻഡ് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു അതെ അതെ അതെ. നമുക്ക് എങ്ങനെയാണ് എസ്പെഷ്യലി നമ്മൾ യൂത്ത് ഉണ്ടല്ലോ, യങ് ആയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഇത് ഭയങ്കര ഒരു സ്പോർട്ടി, പിന്നെ അതുപോലെ ഒരുപാട് ഒരു കണ്ടുവരുന്ന ഒരു ഡിസൈനും കൂടിയാണിത്. അതെ അതെ തീർച്ചയായും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് സൗണ്ട് ബൈക്കിന്റെ ബേസിക് ഇത് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നീങ്ങാം. ഇത് 2017 മോഡലാണ്. അപ്പം നമ്മള് 2-3 സ്ട്രീറ്റ് റോഡ് ചെയ്തപ്പോൾ ഒക്കെ പുതിയ ബൈക്സ് ആയിരുന്നു, വളരെ ലോ കിലോമീറ്റർ. അപ്പൊ കുറെ കസ്റ്റമേഴ്സിന് അത്ര ബഡ്ജറ്റ് ഇല്ല പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഫസ്റ്റ് ഓണർഷിപ്പ് ബൈക്ക്, നമ്മൾ ഓണർഷിപ്പ് കൂടിയ ബൈക്സ് വളരെ റെയർ ആയിട്ട് ചെയ്യുള്ളൂ. നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ഓണർഷിപ്പ് ബൈക്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് ക്വാളിറ്റിക്ക് ഒരു രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. പറയുകയാണെങ്കിൽ ആ നിഞ്ചന്റെ കാര്യത്തിലൊക്കെ നമുക്ക് റെയർ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നിങ്ങൾ സ്റ്റേറ്റ് ഉണ്ട് സ്കിപ്പ് അടിക്കണ്ട, മുതലുകൾ കാണിക്കാണ്ട്. അപ്പൊ ഇത് 2017 ബൈക്കാണ്. ഫസ്റ്റ് ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ് ഒബ്വിയസ്ലി. പിന്നെ ബാക്കി വേറെ ടയർ പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, ആക്സസറി പറയാനായിട്ട് എഞ്ചിൻ ഗാർഡ് വരുന്നുണ്ട് ഇതിൽ. എക്സോസ്റ്റ് ഞാൻ നമ്മൾ സ്ട്രീറ്റ് 750 ഫസ്റ്റ് വീഡിയോയിൽ 2.99 ലാഖിന്റെ കസ്റ്റം മെയ്ഡ് എക്സോസ്റ്റ്. അതായത് നമുക്ക് ഇതിൽ പല റേഞ്ചോ ആവാം. ഒരു വില എന്നുള്ള രീതിയിൽ ഇല്ല, പക്ഷെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ, എന്തെങ്കിലും കുറ്റമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 50,000 മുതൽ 1 ലാഖ് 2 ലാഖ് എന്നുള്ള പല പ്രൈസിലും വരാം. ഉണ്ടാക്കുന്ന ആൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പല ഇതിലും പോലും കസ്റ്റം മെയ്ഡ് എക്സോസ്റ്റ് ആണ്. നിങ്ങൾക്ക് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ ബാക്കോട്ട് എടുത്തോളൂ. ഇനി ഫിനാൻസിന്റെ കാര്യങ്ങളാണ്, ഇത് കിട്ടോ? ഫൈനാൻസ് 2017 മോഡൽ ആയതുകൊണ്ട് 1 ഇയർ നമുക്ക് ഫൈനാൻസ് ചെയ്ത് തരാൻ പറ്റും. ഫൈനാൻസ് പീരീഡ് ഒരു കാര്യമാണല്ലോ, നമുക്ക് 4 കൊല്ലം വേണം 3 കൊല്ലം വേണം. ഇത് 1 ഇയർ എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, എന്നാ ബാക്ക് എടുത്തോളൂ, അടുത്ത വണ്ടി. ഇനി ഏത് പറയുന്നുള്ളത് കാത്തിരിക്കുന്നുണ്ടാവും അവര്. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് റൗണ്ട് അടിച്ചോടി. സൗണ്ട് കേട്ടില്ലേ? സൗരഭ് ബ്രോ ശരിക്കും സൂപ്പർ ബൈക്ക് ഓടിക്കുമ്പോഴാണ് അതിന്റെ ആ കറക്റ്റ് ലുക്ക് വിഷ്വൽ കിട്ടുക. യെസ്, സൗരഭ് ബ്രോ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി കാണാൻ കഴിയുന്നുണ്ടാവും. മഴ പെയ്തിട്ട് അത് വേറെ വിഷയം. അത് നിങ്ങൾ എടുത്ത് പറയേണ്ട കാര്യം. അത് വേറെ വിഷയം. അതൊന്ന് നോട്ട് ചെയ്ത് പറയണല്ലോ. ആ വണ്ടി കൊണ്ട് പോയിട്ട് വരാം. അതായത് ഏതാണ് കാണിക്കാം നമുക്ക് ഇനി നെക്സ്റ്റ് ഈ സൈഡ് അയണിലേക്ക് പോയാലോ? ലൈനപ്പ് കഴിഞ്ഞിട്ട് പതുക്കനെ നമുക്ക് അങ്ങോട്ട് പോവാം, സൂപ്പർ ബൈക്കിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഹാർലിയുടെ അയൺ 83 നമുക്ക് മുന്നോട്ട് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറപ്പിച്ച പോലെ പറപ്പിക്കാൻ പറ്റും. കാരണം കുറച്ച് സ്ലിപ്പർ മഴ പെയ്തിട്ട് അത് വേറെ വിഷയം. മഴയുടെ കഥ എന്തായാലും പറഞ്ഞേ പറ്റില്ല. അത് പറയണം അത് എങ്ങനെയാണെന്നുള്ള എടുക്കണ്ട, മാറിപ്പോയി, ആകെ പോളില്ല. ഓക്കെ, നമുക്കിത് അവിടെ മുന്നിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഇന്ന് രാവിലെ മുതലുണ്ടായ ഒരു ചെറിയ സംഗതി ഉണ്ട്, അതുകൂടി പറഞ്ഞു. ഓക്കെ, ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മോനെ ഞാനേ ഗീറിടുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ സൗണ്ട് ഉണ്ടല്ലേ. ഇപ്പൊ പലരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവേ, അതായത് ഗിയർ തട്ടിയപ്പോ നിങ്ങൾ ഒരു ടെക് എന്നുള്ള സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഹാർലി ഡേവിഡ്സന്റെ എല്ലാ വണ്ടികളും ഇങ്ങനെ തന്നെയല്ലേ? സ്ട്രീറ്റിന് പിന്നെയും കുറവാ. ബാക്കി അയൺ മുതൽ മേലോട്ടുള്ള എല്ലാ മോഡലിനും ഏകദേശം ഇതേപോലെ തന്നെ ഗിയർ ഇടുമ്പോൾ ഒരു അടി ഒരു സൗണ്ട്. പക്ഷെ ഫീലാണ് നമ്മൾ അത് അങ്ങനെയാണ്. അത് ഗിയർ കേടായതല്ല, അതിന്റെ പവറാണ് പവറാണ്. ഓക്കെ, ഇതിന് അത്രയും ടോർക്ക് ആയിരിക്കും വണ്ടി. അതേ കാര്യം. അതായത് ഇന്ന് രാവിലെ ഏകദേശം 9 മണി 10 മണിന്റെ ഇടയിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 വരെ 4 മണിയായി നമ്മൾ ഷൂട്ട് ചെയ്യാൻ. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ആകെ ടയർഡായി. അതായത് വെയിറ്റ് ചെയ്ത് ടയർഡായി എന്ന് പറയാം അല്ലെ? മുകളിലേക്ക് നോക്കിയിട്ട് ഭയങ്കര ഡാർക്ക്, മഴ നിൽക്കുന്നില്ല. ഡാർക്കല്ല, മഴ നിൽക്കുന്നില്ല. ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ മഴ ജസ്റ്റ് നിന്നിട്ടുള്ളൂ, എന്നാലും ഡാർക്ക്. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു തീരുമാനം. എന്ത് പറ്റിയാലും ഇന്ന് സ്പൽവറും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയും സൂപ്പർ ബൈക്ക് ആയിട്ടുള്ള വണ്ടികൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇത് വീഡിയോ വെയിറ്റ് ചെയ്യിപ്പിക്കാനാവില്ല. നാളേക്കുന്നുള്ളൊരു ദിവസം അല്ലേ ഇനി. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടിനെ പറ്റി പറയാം. 83
ഈ പെർട്ടിക്കുലർ ബൈക്ക് വരുന്നത് 2019 മോഡലാണ്. അഗൈൻ നമ്മൾ ആ സ്ട്രീറ്റ് റോഡിൽ കണ്ട അതേ യെല്ലോ, അതെ റെയർ കളർ, ഭയങ്കര ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ആയ ഒരു കളറും കൂടിയാണ്. യെല്ലോ സെയിം കളറാണ്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ Ion 83 അതുപോലെ തന്നെ വേറൊരു വണ്ടി ഇതേപോലെ സെയിം ലുക്കിൽ ഉണ്ടല്ലോ, 48. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം, നമ്മൾ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ലുക്ക് നിങ്ങൾ കണ്ടോക്കി, ഇതിന്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കി. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ടും വേറെ ലെവലാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാം. 2019 മോഡൽ Ion 883 ആണ് ഇത് വരുന്നത്. ഹാർലി ഡേവിഡ്സന്റെ മേക്ക് ഒബ്വിയസ്ലി. സെക്കൻഡ് ഓണർഷിപ്പ് 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. അത് ഫസ്റ്റ് ഓണറുടെ കയ്യിൽ നിന്ന് ഞാനാണ് സെക്കൻഡ് ഓണറിന് കൊടുത്തത്. 1000 കിലോമീറ്റർ ഓടിയോ 2000 കിലോമീറ്റർ ഓടിയോ വണ്ടികളും ഇല്ലേ നിങ്ങളുടെ അടുത്ത്? പിന്നല്ല, അതിലേക്കൊക്കെ പതുക്കെ നമ്മൾ വരുന്നുണ്ട്. എത്തിപ്പോകും നിങ്ങൾ കേട്ട്. ഓക്കെ, നമുക്ക് പറയാം ബാക്കി. സോ ബേസിക്കലി ബൈക്ക് സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓണറിന് ഞാൻ തന്നെ കൊടുത്തതാണ്. എന്നിട്ട് മൂപ്പർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞ് നമുക്ക് ബൈക്ക് തിരിച്ചു തന്നു. നമ്മുടെ അടുത്ത് വണ്ടി വാങ്ങുന്നവരും അതുപോലെ തന്നെ റിട്ടേൺ തരുന്നവരും തിരിച്ച് അതേപോലെ തീർച്ചയായിട്ടും അത് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൈസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി. മൂപ്പർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പം എന്താ പറയാ, ഒരു ഷോറൂമിൽ നിന്ന് ഒരു ബൈക്ക് വാങ്ങൂലേ, അതായത് സൂപ്പർ ബൈക്ക് അല്ല, ഒരു സാധാ ബൈക്ക് വാങ്ങുന്നതിന് ഡിപ്രിസിയേഷൻ ചിലപ്പോൾ ഇതിന് വന്നിട്ടുണ്ടാവും. അതെ, അപ്പോൾ അത്രയും ലോസേ വന്നിട്ടുള്ളൂ. ഒരു റോയൽ എൻഫീൽഡ് വാങ്ങുന്നതിന്റെ ഒരു ബ്രാൻഡ് ന്യൂ ബൈക്ക് വാങ്ങി നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞ് കൊടുത്താൽ എത്ര ഉണ്ടാവും? ആ ഡിപ്രിസിയേഷൻ ചിലപ്പോൾ അതുകൂടെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞു തരൂല. അതെ, സൂപ്പർ ബൈക്ക് യൂസ് ചെയ്തും ചെയ്തു. തീർച്ചയായിട്ടും ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എക്സ്ട്രീം എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരും. നല്ല വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് കാലാകാലം നമ്മൾ ഡിപ്രിസിയേഷനും കുറവായിരിക്കും. അതാണ് നമ്മൾ ഈ യൂസ്ഡ് ബൈക്ക് വാങ്ങുന്നതിന്റെ യൂസ് എന്ന് പറയില്ല, പ്രീ ഓൺഡ് അല്ലെങ്കിൽ പ്രീ ലവ്ഡ് എന്ന് പറയുമല്ലോ. കാരണം നമ്മൾ എല്ലാ സാധനവും നമ്മൾ ഡീൽ ചെയ്യൂല. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ 10 ബൈക്ക് അവിടെ ഉള്ളത്, നമുക്ക് വേണമെങ്കിൽ 20-30 ബൈക്ക് കൊണ്ടുവരാൻ പറ്റും, 50 ആക്കാൻ പറ്റും. നമ്മൾ ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തൊരു ബൈക്ക് അത്രയും നല്ല വണ്ടികൾ, എല്ലാ വണ്ടികളും ഇതിന്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഇപ്പൊ എന്തെങ്കിലും ടയറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെൽറ്റ് ഡ്രൈവിംഗ് അഥവാ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ക്ലയന്റിന് ഫുൾ ഒരു പിക്ചർ ബൈക്ക് എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതായത് വാങ്ങിയിട്ട് പിന്നെ ഞെട്ടിപ്പോണ്ട ഒരു അവസ്ഥ വരൂല അല്ലേ? അതായത് ഇപ്പൊ ഇതിലിപ്പോ നിലവിൽ ഒരു വണ്ടി നിലവിൽ ഈ വണ്ടി ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ പെർട്ടിക്കുലർ വണ്ടിക്ക് ഒന്നുമില്ല. അതായത് ഈ വണ്ടിക്ക് ഇപ്പൊ മേ ബി ഇതിനിപ്പോ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും തട്ടിയിട്ട് ചേസ് ബെൻഡാവുക അല്ലെങ്കിൽ ചേസ് മാറ്റുക അല്ലെങ്കിൽ എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും സൗരഭ് ബ്രോ അത് നിങ്ങളോട് ഓപ്പൺ ആയി പറയും. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് പ്രൈസിലും നമുക്ക് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇതിന്റെ പറ്റി ഇനിയിപ്പോ പ്രൈസ് കാര്യങ്ങൾ എന്തെങ്കിലും പറയണ്ട? ഇത് 2019 Ion 883 സെക്കൻഡ് ഓണർഷിപ്പ് 7000 കിലോമീറ്റർ ഓടിയ ബൈക്കാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 8.9 lakh rupees. 8.9 lakh അല്ലേ? ഏകദേശം അതിൽ ഇനി നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ നമ്മൾ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബെസ്റ്റ് റേറ്റ്സ് ആണ് സ്പൾബറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്പൾബറിന്റെ കസ്റ്റമേഴ്സിനും. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ബെസ്റ്റ് പ്രൈസ് തരുന്നുണ്ടാവുക. പക്ഷെ എന്നാൽ ആ ബെസ്റ്റ് പ്രൈസിന് ഇനിയും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, നമ്മൾ ആരോ ഹോൺ അടിച്ചൊന്ന് വിളിക്കുന്നുണ്ടോ? അതോ പുറത്തുനിന്നാണ് തോന്നുന്നു. പിന്നെ ഈ ബൈക്കിന്റെ ആക്സസറി പറയുമ്പോൾ എഞ്ചിൻ ഗാർഡ് ഉണ്ട്. ബേസിക്കലി സ്റ്റോക്ക് ബൈക്കാണ്. പിന്നെ ഇതിന് പില്ലിയൻ ഫുഡ് പെഗ് എന്ന് പറയുക, അതായത് ബാക്കിൽ ഇരിക്കുന്ന റൈഡറിന്റെ ഫുഡ് പെഗ്. പിന്നെ എക്സോസ്റ്റിംഗ് അടിപൊളി സൗണ്ട് ഉണ്ട് പറഞ്ഞില്ലേ, സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. പക്ഷേ നല്ല സൗണ്ട്, അടിപൊളി സൗണ്ട് അല്ലേ? പോലീസ് പിടിക്കൂല, അടിപൊളിയായിട്ട് പോകും. ഞാൻ ചില ഡൗട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ചോദിക്കുന്നതാണോ, അത് നിങ്ങളൊന്നും വിചാരിക്കണ്ട. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്നാൽ നിങ്ങൾ വണ്ടി തിരിച്ചോളൂ. ഇനി സൗരഭ് ബ്രോ കയറിയിട്ടൊരു തിരിയുണ്ട്, അതാണ് തിരി, അതാണ് റൗണ്ട് അടി. ഓക്കെ, ഇട്ടല്ലേ? ഓ ഇട്ടോ, അതാണ്. മോനെ, ആ കറക്കിയുള്ള വരവുണ്ടല്ലോ, അതെനിക്ക് പേടിയാ. ഞാൻ അത്ര എക്സ്പീരിയൻസ് അല്ല, അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ. ഓക്കെ, അടുത്ത വണ്ടി കാണിക്കാറുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമാണ് അടുത്ത വണ്ടി. തീർച്ചയായും, അതായത് ഒരു പുതിയ മോഡലാണ്. അതെ, അതായത് പുതിയ മോഡലല്ല, മോഡൽ ഓൾറെഡി കുറെ കൊല്ലങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇയർ വൈസ് വളരെ പുതിയ വണ്ടിയാണ്. അതെ, ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഓടിക്കാം. ഓക്കെ, ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫോബാണ് വരുന്നത്, നമുക്ക് ഒരിക്കലും ഇതിന് കീ വരുന്നില്ല. അതെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഈ വീഡിയോയിലും കൂടി കാണിച്ചു തരാം. മോനെ, അപ്പൊ തട്ടില്ലേ, കീ തട്ടില്ലേ? സൗണ്ട് കേട്ടില്ലേ? ഇത് സ്റ്റോക്കാണോ സൗണ്ട്? അല്ല, അത് സ്ക്രീം ഈഗിൾ എക്സോസ്റ്റ്. ഓഫ് ചെയ്തിട്ട് പറയാം അല്ലേ? ഓക്കെ,
അപ്പൊ നമ്മളെ വണ്ടി ഇതാണ്. ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് അതുപോലെ തന്നെ ആ ഫോബിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരില്ല. ഹാർലി ഡേവിഡ്സണിൽ ഐ തിങ്ക് ദ മോസ്റ്റ് ഫേവേർഡ് ബൈക്ക്, ദ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ ബൈക്ക് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ യൂത്തിന് ഡ്രീം ബൈക്കായി കരുതുന്ന ബൈക്കാണ് അതർ ദാൻ വാട്ട് ദ ഹാർലി ഡേവിഡ്സൺ 48. അതായത് നമ്മളിപ്പോ സൗരഭ് ബ്രോ ഇതിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഓ എന്തൊരു ക്വാളിറ്റിയോടെ അദ്ദേഹം പറയുന്നതിന്റെ കാര്യങ്ങളെന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് സൂപ്പർ ബൈക്കിനെ പറ്റിയാണെങ്കിലും ഇതുപോലത്തെ ഹാർലി ഡേവിഡ്സനെ പറ്റിയാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സൗരഭ് ബ്രോ നിങ്ങൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കൂലേ? താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. വണ്ടിയുടെ സർവീസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം, എന്തെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ എന്നുള്ളത്. ഇത് ബേസിക്കലി 2021 മോഡൽ ഹാർലി ഡേവിഡ്സന്റെ 48 ആണ്. 2020 വരെ നിങ്ങൾ ബൈക്ക് ഏകദേശം 17 to 20 സെയിം ബൈക്കാണ്. 21 വന്നപ്പം ഇത് കണ്ടോ? അതെ, അതാണ് ഫോബ്. ഇത് നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചാണ്. അതെ, അതായത് നമ്മളെ നമ്മൾ കാറിന്റെ ഒക്കെ കീ ഉണ്ടാവുമല്ലോ, നമ്മൾ പോക്കറ്റിൽ ഇട്ടിട്ട്. അതായത് പൊതുവെ എങ്ങനെ ഒരു ബൈക്ക് നമ്മൾ ഇവിടെ ചാവി ഇടുന്നു, അല്ലെങ്കിൽ ഹാർലിന്റെ സ്പോർട്സ് സീരീസിന് ഇവിടെ ചാവി ഓൺ ആക്കുന്നത് അതൊന്നല്ല. ചാവി കയ്യിൽ പിടിച്ചാൽ ഇത് പോക്കറ്റിൽ ഇടുക, സെൻസർ വണ്ടി ഓൺ ആക്കുക. അതെ, അത്രേ ഉള്ളൂ. സെൻസറായി മാറിയിട്ടുണ്ട്. ഞാൻ തന്നെ നോക്ക് ബൈക്ക് ഓടിച്ചോട്ട് കീ ഓഫ് ആക്കാൻ പോവാ. അതെ, അറിയാതെ കയ്യിലുണ്ട് സംഗതി, ഓഫ് ആക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. ഓക്കെ, ആകെ 2500 ഇവിടെ വന്ന് മീറ്ററിൽ കാണിച്ചു തരാം. ഓക്കെ, സോറി തെറ്റിപ്പോയി. 2600 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ ബൈക്ക്. 2600 മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ബൈക്കാണ്. ഫുള്ള് നോക്കിക്കോളി. ഇതിന് ഫിനാൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും ഫൈനാൻസ് അവൈലബിൾ. തീർച്ചയായിട്ടും ഫൈനാൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് ഇനിയിപ്പോൾ ഒരു ഫിനാൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ ഈ വണ്ടി ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഹാർലി ഡേവിഡ്സന്റെ ആ ബാഡ്ജ് കാര്യങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ ആ പ്രീമിയം അല്ലേ മൊത്തത്തിൽ. ഇതിന് ആക്സസറീസ് പറയാന്നുണ്ടെങ്കിൽ ഹോളിവുഡ് ഹാൻഡിൽ ബാർസ് ചെയ്തിട്ടുണ്ട്, ക്രാഷ് ഗാർഡ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുഡ് പെഗ് അല്ല, ഫ്ലോർ ബോർഡ് എന്ന് പറയും. ഫുഡ് പെഗ് പറയുമ്പോൾ ഇതല്ല വരുന്നത്. അതെ, ഫുഡ് പെഗ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇതേപോലെ റൈഡർ പെഗ് വരുന്നുണ്ട്, സോറി പില്ലിയൻ ഫുഡ് പെഗ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നുകൂടി നമുക്ക് യാത്ര കംഫർട്ട് ഒന്നുകൂടി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, നല്ല കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ. പിന്നെ ഇവിടെ ബാക്ക് സീറ്റ് നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്, ഓൾറെഡി ഉണ്ട്. പിന്നെ സ്ക്രീൻ ഈഗിളിന്റെ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഈ എക്സോസ്റ്റിനൊക്കെ ഏകദേശം എത്ര വരുന്നുള്ളത്? ഒരു അറൌണ്ട് 80,000 റുപ്പീസ് അല്ലേ? ഓക്കെ, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിന് വർക്ക്? അല്ല, അതാണ് ബേസിക്. പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഊരി വെച്ചിട്ട് ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ, കാരണം 48 ഓൾറെഡി ഇത്രയും ഭംഗിയുള്ള വണ്ടിയാണ്. പിന്നെ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ബേസിക് ആക്സസറി വെച്ചിട്ട് ബാക്കിയെല്ലാം അവൈലബിൾ ആട്ടോ. നമ്മൾ എടുക്കും കസ്റ്റമറിന് കൊടുക്കാം. അതെ, ഡെഫിനറ്റ്ലി അതും എക്സ്ട്രാ പ്രൈസ് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഇത് കസ്റ്റമറിന് ഇത് വേണ്ട ഈ മോഡിഫിക്കേഷൻ ആവശ്യമുള്ള ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും A to Z. അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ ബിസിനസ് പറയുന്നത് എന്താണ്, സൂപ്പർ ബൈക്സിന്റെ പർച്ചേസും സെയിലും ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എന്തായാലും വെയർ ആൻഡ് ടയർ പാർട്സ്, മെർച്ചൻഡൈസ്, ആക്സസറീസ്, സർവീസ്, എല്ലാം ഇതിപ്പോ 48 പറയുന്നത് 48 -80 സ്പോർട്സ് ഭയങ്കരമായിട്ട് കസ്റ്റമർ തന്നെയാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി കാണാമല്ലോ. ചില കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കും ഇത് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും, പാർട്സ് കിട്ടുന്നു. നിങ്ങൾ ഏതൊരു പിക്ചർ കാണിച്ചിരുന്നോ ആ രീതിയിൽ നമുക്ക് ബൈക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഈ പണ്ട് നമ്മൾ ബുള്ളറ്റ് ഒക്കെ എടുക്കുന്ന തണ്ടർബേർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ ഈ ഒരു മോഡലിലേക്ക് ഡിസൈൻ മാറ്റി ഹാർലിന്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏകദേശം എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു വണ്ടിന്റെ ലുക്കിലായിരുന്നു. ഈ ഒരു ടാങ്ക് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് അയണിന്റെ ഡിസൈൻ ലാംഗ്വേജ് കോപ്പി ചെയ്തിട്ടാണ് അങ്ങനെയാണ് മോഡിഫിക്കേഷൻ. ഇൻസ്പയർഡ് ഫ്രം ദിസ്. അതെ, ഓക്കെ. കോപ്പി എന്ന് പറഞ്ഞാൽ മോശമല്ല. കഴിഞ്ഞില്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞില്ലേ? അതെ, നമുക്ക് പ്രൈസ് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ പ്രൈസ് ഇല്ല. നമ്മൾ 12.49 lakhs ആണ് ആസ്ക് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ടോ, കാരണം നമ്മളാണ് ഇവരെ പേജും കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത് നമ്മള് ഹെൽമെറ്റ് ആയിരുന്നു. 5 ഹെൽമെറ്റ് കൊടുത്തിരുന്നു, നല്ല ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഹെൽമെറ്റ് കൊടുത്തിരുന്നു. ഇനിയും വരാൻ പോകുന്നുണ്ട്. എന്തായാലും അത് സസ്പെൻസ് ആണ്. ഹാർലി വരെ ഗിവ് അവേ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടിരിക്കാം. നിങ്ങൾ കാണിക്കുന്ന സപ്പോർട്ട് പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തന്നെ നമ്മൾ എന്തും പോസിബിൾ ആക്കി നമ്മൾ സെറ്റ് ആക്കി തരും. നമുക്ക് ഇതിന്റെ ഫിനാൻസിന്റെ കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഫൈനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫൈനാൻസ് പ്രൊസീജിയർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിക്കും, എന്നിട്ട് ബാങ്ക് ആയിട്ടാണ്. നമ്മൾ പ്രൈവറ്റ് ഫൈനാൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറേ ഇല്ല, ഇൻട്രസ്റ്റ് കൂടുതലാണ്. നമ്മൾ ഡയറക്റ്റ് ബാങ്ക് ആയിട്ട് മാത്രം ഫൈനാൻസ് ഇപ്പോൾ ചെയ്യുന്നത്. ബാങ്കിന്റെ സ്റ്റാഫ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ലാസ്റ്റ് പറയുന്നത് ഫുൾ ആയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും പറയാം. അതിന് ആവശ്യമുള്ള ആളുകൾ വെയിറ്റ് ചെയ്തോട്ടെ. മറ്റുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് വണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് വണ്ടി ബാക്കോട്ട് എടുക്കാം. ഇത് ഫിനാൻസിനാണെങ്കിൽ ഏകദേശം ഒരു എത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം ഈ വണ്ടി? ഇത് ഇപ്പം നമുക്കൊരു 2 to 3 lakhs. 2 to 3 lakhs ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം.
ആ കറക്കവും ആ വരവും അത് സൗരഭ് ബ്രോന്റെ കൈയുള്ളൂ. അത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അവിടുന്ന് അങ്ങോട്ട് ടേൺ ചെയ്തിട്ട് കർവ് ചെയ്തിട്ട് വീണ്ടും കൈ അങ്ങോട്ട് പോവാണല്ലേ. ഓക്കെ, അടുത്തതൊരു ഇടിമുട്ടി സാധനമാണല്ലോ സൗരഭ് ബ്രോ. പിന്നല്ല, അടുത്തതൊരു ഇടിമുട്ടി സാധനം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ് അതിന്റെ ഫോബ് അതിൽ വെച്ചോ. അയ്യോ, കൊറേ ഫോബ് ഉണ്ട്. എല്ലാ വണ്ടിന്റെ ചാവി ഏകദേശം ഇവിടെ വെച്ചേക്കാണ്. ഇതൊരു വെറൈറ്റി സാധനം തന്നെയാണ്. എന്താ പറയേണ്ടത്, പറയാനുള്ളത് ഇത് കേറി ഇരിക്കുമ്പോ തന്നെ എടുത്ത് അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോവില്ലേ. ഓക്കെ, ഇത് ഗിയർ ഞാൻ ഇടണോ? ബ്രേക്കൊക്കെ ഒന്ന് കണ്ടേക്കട്ടെ. മറ്റേതേ കാണുമ്പോ തന്നെ ഒരു പേടിയുണ്ട്. ഏകദേശം എത്ര സി സി എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് 1745 cc. ഓക്കെ, ബാക്കി എന്തായാലും ഇതൊരു പ്രത്യേക സാധനം. കുറെ കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എനിക്ക് ഗീറിടാൻ പേടിയാവുന്നു. കാലില് ബ്രേക്ക് നോക്കട്ടെ. കണ്ടോ ഇതിന്റെ സൈഡിൽ കണ്ടോ, ബാക്കോട്ട് വലിച്ചോ മോനെ. എമ്മാതിരി സാധനം കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ ഒരു മല മുട്ടി സാധനം, ഒരു വേറെ ലെവൽ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഈ സൈഡിലേക്ക് നോക്കിയാൽ ഒരു ഗ്യാപ്പ് നമുക്ക് നോക്കിയാൽ അങ്ങോട്ട് കാണില്ല. അതുപോലെ അതിൻ്റെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇനി വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ സൗരഭ് ബ്രോ പറഞ്ഞു, അത്യാവശ്യം നോളജുള്ള മൂപ്പർക്കാണ്. ഓക്കെ, പറഞ്ഞോളൂ, ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞോളൂ. ഇത് ബേസിക്കലി 2018 ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോബ്, മിൽവോക്കി 8 എഞ്ചിൻ വരുന്ന ഫാറ്റ് ബോബ് വരുന്ന മോഡലാണ്. ഓക്കെ, 2018 അവർ കംപ്ലീറ്റ്ലി ബൈക്ക് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ന്യൂ മോഡലായിട്ട് വരുന്നതാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫാറ്റ് ബോബ് കാണിച്ചു, അതിന്റെ ഒരു ഡിസൈൻ സെയിം ഫാറ്റ് ബോബ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാധനമല്ല. ഇത് എങ്ങനത്തെ സാധനമാണ്? ഇത് നമ്മളെ കസ്റ്റമർ നമുക്ക് ബൈക്ക് തരുമ്പോൾ മൂപ്പര് പറഞ്ഞുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് 4 ലക്ഷം രൂപ വരെ മൂപ്പര് കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം പിന്നെ കണക്ക് വെച്ചിട്ടില്ല. ആക്സസറീസ് ഒക്കെ ജെനുവിൻ ഹാർലി ഡേവിഡ്സൺ ആക്സസറീസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കുറെ ആക്സസറീസ് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മോഡൽ കാര്യങ്ങൾ, അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഏകദേശം എങ്ങനെയാണ് വരുന്നത്? 2018 മോഡൽ ഫാറ്റ് ബോബ് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ്, 10,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടേ ഉള്ളൂ. ആക്സസറീസ് കുറെ ഇരുന്ന് പറഞ്ഞു. another thing, നമ്മളെ യൂട്യൂബ് ചാനൽ ഇവിടെ നിങ്ങൾ കൊടുത്തോളൂ. ഈ യൂട്യൂബ് ചാനലിൽ ഈ ബൈക്ക് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. പോയിന്റ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാം. അതെ, അപ്പം ഒരു 22 മിനിറ്റിന്റെ വീഡിയോ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പം ഈ ബൈക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഹാർട്ട് പറയുന്നത് ശരിക്കും എഞ്ചിൻ ആണ്. ഇതിന്റെ എഞ്ചിൻ അല്ല, ഇതിന്റെ എക്സോസ്റ്റ് ആണ്. വാൻസൺ ഹൈൻസിന്റെ എക്സോസ്റ്റ് ആണ് വരുന്നത്. അതെ, അറൗണ്ട് ഒരു 1 lakh വരുന്നുണ്ട്. അതിന് മാത്രം 1 lakh നമ്മൾ ഒരു V3 അല്ലെങ്കിൽ ഒരു ഡ്യൂക്ക് ഒക്കെ എടുക്കുന്ന പ്രൈസ്. അല്ലെങ്കിൽ എക്സോസ്റ്റിന്റെ സൗണ്ട് എന്റെ കരളിനെ കുരുളി മറ്റേ ഡയലോഗ് പിന്നെ മറന്നു. കരളിനെ കുരുളി കളറി കരളിനെ കുളിര്, അതാണോ? കരളിനെ കുളിരണിയിപ്പിക്കുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, അത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. അതായത് അത് വേറെ ലെവൽ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ഡയലോഗ് വെച്ചിട്ട് നമ്മൾ പാളി പോയി. ഇപ്പോഴും നമ്മളത് പഠിച്ചിട്ടില്ല. അതാണ് ഇത് ഡൊമിനിയൻ കളക്ഷൻ പറഞ്ഞ ഹാർലി ഡേവിഡ്സന്റെ തന്നെ ആക്സസറീസ് ഒരു ആക്സസറീസ് ചെയ്യുന്നുണ്ട്. ഹാർലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഡൊമിനിയൻ കളക്ഷൻ പറഞ്ഞ ആക്സസറീസ് വരുന്നത് ഫുഡ് റെസ്റ്റ്, ഫ്ലോർ ബോർഡ് വരുന്നുണ്ട്, ഗ്രിപ്പ് വരുന്നുണ്ട്, സെയിം കോംബോ വരുന്ന രീതിയിലാണ്. അതെ, അതൊക്കെ സെയിം ഡൊമിനിയൻ കളക്ഷൻ ആണ് ഇതിന്റെ നെയിം. ഈ കേസിംഗ് വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. ഈ കേസ് ഒക്കെ ആണെങ്കിൽ ഒരു ബ്രൗൺ കളർ അല്ലേ, ഒരു ബ്രോൺസ് കളർ ആണ് വരുന്നത്. ബ്രോൺസ് കോപ്പർ കളറാണ് വരുന്നത്. പിന്നെ ഈ സീറ്റ് കണ്ടോ, സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയ സീറ്റ് ആണ്. ശരിക്കും സ്റ്റോക്ക് ആയിട്ട് വരുന്ന സീറ്റ് പറഞ്ഞാൽ ചെറിയൊരു സീറ്റ്. നമ്മൾ പഴയ വീഡിയോയിൽ കാണാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫാറ്റ് ബോബിന്റെ വീഡിയോയിൽ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പൊ നമുക്കിത് ചില ആളുകൾക്ക് ഇത് ഫുൾ ആയിട്ട് ചിലപ്പം അറിയണമെന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത് കൂടുതൽ അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും, അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സൗരഭ് ബ്രോ ആ ചാനലിന്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. റൈഡേഴ്സ് കാർട്ടിൽ മോട്ടോർസൈക്കിൾ റൈഡേഴ്സിന്റെ പേര് പറഞ്ഞു. ആള് യൂട്യൂബ് ചാനലുകൾ ആർക്കാ തുടങ്ങി യൂട്യൂബ്.
ഓക്കെ, അതെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോ? നിങ്ങളുടെ പേര് ജസ്റ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നോക്കട്ടെ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി ചെറിയൊരു സ്പാനർ കിട്ടെടുത്താണ് പറഞ്ഞില്ലേ? ഓക്കെ, തെറ്റിപ്പോയില്ല. റൈഡേഴ്സ് കാർട്ടൽ മോട്ടോർ സൈക്കിൾ. ഒരു യൂട്യൂബ് ഒക്കെ തുടങ്ങുമ്പോൾ അതിന് കുറച്ച് ഉത്തരവാദിത്തം, അതിന്റെ പേരൊക്കെ മിനിമം പേരെങ്കിലും ഓർമ്മ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് ഇൻസ്റ്റാഗ്രാം ആയിട്ടുണ്ട്, റൈഡേഴ്സ് കാർട്ടൽ തന്നെ ഇൻസ്റ്റാഗ്രാം ആയിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടെത്താൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നേരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. സൗരഭ് ബ്രോ, ഹായ് ബ്രോസ് എന്ന് പറഞ്ഞിട്ട് പുതിയ വീഡിയോസുകളൊക്കെ സൗരഭ് ബ്രോന്റെ കൂടുതൽ ഉണ്ടാവും. സോ കമ്മിങ് ബാക്ക് ടു ദിസ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ വീഡിയോയിൽ സ്റ്റോക്ക് ബൈക്കും കാണിക്കുന്നുണ്ട്, ഈ ആക്സസറി ചെയ്ത ബൈക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്താ എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ സീറ്റിന് ഏകദേശം 1 ലക്ഷം രൂപ വരുന്നത്. ഓഹോ, സീറ്റിന് കരളിനെ കുളിരയിപ്പിക്കുന്നു വീണ്ടും. പിന്നെ വരുന്നത് ഈ ബാക്ക് റെസ്റ്റ്, 30,000-40,000 രൂപ വരുന്നുണ്ട്. ഹാർലിന്റെ സീറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ട്. അതെ, പിന്നെ ഈ മിറേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ ഊരി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒറിജിനൽ ഹാർലി ആണ് കേട്ടോ. നമ്മൾ ഓൾട്രേഷൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഹാർലിന്റെ ജെനുവിൻ ആക്സസറീസ് തന്നെയാണ്. അതായത് നമുക്ക് ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന ഹാർലിയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് ഇത് നമ്മൾ ആക്ച്വലി ചെറിയൊരു ഇത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സ് കാത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് സോൾഡ് ആയി പോയിട്ടുണ്ട്. തന്നെയാണ് വാങ്ങിയത്. അപ്പൊ നിങ്ങൾ വരുമ്പോ നമ്മൾ വീഡിയോ വിളിക്കാൻ നേരത്തെ സോൾഡ് ആയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, ആ സമയത്ത് സോൾഡ് ആയിട്ടില്ല. ഇത് പെട്ടെന്ന് വന്നു, കണ്ടു ഇഷ്ടപ്പെട്ട് എടുത്തോണ്ടേ. കൊണ്ടുപോയി എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ. ഗോപാലൻ അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ ഇത് സോൾഡ് ആയി. മഹിമ പറഞ്ഞത് കൊണ്ടുവന്ന് നല്ല ഹൈപ്പിൽ കയറ്റിയിട്ട് എന്താ ചെയ്യാ? നമുക്ക് ഇതുപോലത്തെ സാധനം സെറ്റ്, ഇതേപോലത്തെ ബൈക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടാവും. ഒബ്വിയസ്ലി വിത്ത് റൈഡേഴ്സ് കാർട്ടിൽ എന്താണ് ക്വാളിറ്റി, അതേ ക്വാളിറ്റിയിൽ ബൈക്ക് നമുക്ക് തരുന്നുണ്ടാവും. അങ്ങനത്തെ ബൈക്കെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. ഇത് ഇത്രയും ടോപ്പ് ആക്കി പറഞ്ഞിട്ടെ. ഓക്കെ, ഇനി സൗരഭ് ബ്രോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കൂടെ കേട്ടോ. തെറിച്ച പോണതാ, അതാണ് കറക്കല്. തെറിച്ചങ്ങോട്ട് പോവാണല്ലോ അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ ടയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നല്ല സൈസ് കാര്യങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഏകദേശം പ്രൈസ് വരുന്നത് നമുക്ക് ടയറിനൊക്കെ? ഇതിന്റെ ടയർ ഓൺലി 65,000 രൂപ. ഓൺലി 65,000. അതെ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബൈക്കും കാറൊക്കെ വാങ്ങണ പൈസ കേട്ടോ. ഒരു 10,000 കിലോമീറ്റർ കിട്ടിയാൽ കിട്ടി. ഓക്കെ, അതൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയം. പിന്നെ അതല്ല, ഇത്രയും പവർ അല്ലേ ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ല. ഇതിപ്പോ നമ്മൾ നല്ലൊരു സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ കൊടുത്ത് ഞാൻ വീല് കിടന്ന് ഒരു കൊണ്ടുപോക്ക് കൊണ്ടുപോയി ആ റോഡ് കാലിക്കറ്റ് ആ മറ്റേ മെയിൻ തൊണ്ടയാട് റോഡിൽ ഒരു കൊണ്ടുപോകല് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ മോനെ അതിന്റെ ബാക്കിൽ ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ വിമാനം എങ്ങനെ പൊന്തുന്നു അത് ഫീലാണ്. അങ്ങോട്ട് കൊണ്ടുപോയി റേറ്റിംഗിന്റെ കാര്യത്തിൽ മൂപ്പര് രക്ഷയിലിട്ട്. അത് ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് വണ്ടി ഓടിച്ചിട്ട് 1,00,000 കിലോമീറ്ററിന് മേലെ ട്രാവൽ ചെയ്ത ഒരാളും കൂടിയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ജഗജില്ല സാധനം നോക്കിക്കോ. ഒരു സൈഡിൽ പോയാൽ നേരെ അങ്ങോട്ട് വെക്കേണ്ടി വരും. എന്താണ് പറഞ്ഞ അർണോൾഡ് ഫേമസ് ആക്കിയ ബൈക്കാണ്. മൂപ്പര് ഫേമസ് ആക്കിയ വണ്ടിയാണ്. ഇപ്പൊ ഞാനാണ് ഞാൻ അടുത്ത ഫേമസ് ആക്കാൻ പോണത്. നമുക്ക് സൗരഭ്യമാണ് എനിക്ക് സ്റ്റാർട്ട് ആക്കിയത്. ഇതിന്റെ സൗണ്ട് ഉണ്ടോ? പൊന്ന് മോനെ, ഇപ്പൊ ഗീറിടാൻ പോവാണ്. സൗരഭ് ബ്രോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോന്ന്. ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം. ടച്ചോനെ പൊന്നെ വലിച്ചോ. ഇതേ കുറച്ച് വെയിറ്റ് കൂടുതലുള്ള വണ്ടിയാണെന്ന് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി സെന്റർ ആക്കണോ? കുറച്ചുകൂടി സെന്റർ ആക്കിക്കോ. ഓടിച്ചോ. റിവേഴ്സ് സ്കോർ കൂടി കൊടുക്കാമായിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെ വെച്ചാൽ മതി. എന്റെ പൊന്ന് മോനെ, ഒരു രക്ഷയില്ല. സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും വണ്ടിന്റെ എടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു രക്ഷയില്ല. പിന്നെ ഇതിന്റെ ക്രോം ഫിനിഷിംഗ് നോക്കിയാണ്. അപ്പോൾ ഇത് വരുന്നത് ബേസിക്കലി നമ്മുടെ 2016 മോഡൽ ഫാറ്റ് ബോയ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫാറ്റ് ബോയ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര അൾട്രാഷൻ ഇല്ല, ഈ ഗ്ലാസ് ഒന്നും ഇല്ല. അതെണ്ടോ, ഇതൊക്കെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടാവുമല്ലോ. 50,000 രൂപ ഉണ്ടാവുള്ളൂ. എത്ര? 50,000 രൂപ ഉണ്ടാവുള്ളൂ ഈ ഗ്ലാസ്സിന്. മെയിൻ ഈ ഫ്രണ്ടിലെ ഗ്ലാസ്സിന് മാത്രം കേട്ടോ. പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്. നമുക്ക് ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഒരു സ്റ്റോക്ക് ഫാറ്റ് ബോയ് ആയിരുന്നു. 2-3 ആക്സസറീസ് മാത്രം ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഫാറ്റ് ബോയ് കസ്റ്റമേഴ്സ് ഇതുപോലെ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബൈക്ക് കസ്റ്റമൈസ് ചെയ്യും. ഓക്കെ,
അതായത് പാർട്സും കാര്യങ്ങളൊക്കെ കയറ്റും. ഒക്കെ ഒറിജിനൽ ഹാർലി തന്നെ കേട്ടോ. ഒറിജിനൽ ഹാർലിന്റെ പാർട്സ് ആണ്, അല്ലാണ്ട് ലോക്കൽ പാർട്സ് കയറ്റുന്നില്ല. എന്തെല്ലാം എക്സസറീസ് ചെയ്തിട്ടുണ്ട്? ഇതിൽ തുടങ്ങണമെങ്കിൽ കുറച്ച് സമയം പോകുമല്ലോ. തുടങ്ങണമെങ്കിൽ കുറച്ച് സമയം പോകും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണോ? ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും സ്റ്റാർട്ടിങ് പറയാം. ഈ വിൻഷീൽഡ് വരുന്നുണ്ട്, ഓക്കെ, നെയ്സൽ കിറ്റ് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഇത് ഇങ്ങനെ പറയാം, പേരൊന്നും എടുത്ത് പറയണ്ട. പിന്നെ ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്, എക്സോസ്റ്റ്, ഈ ബോർഡ് കണ്ടില്ല, ഈ നമ്പർ പ്ലേറ്റിന്റെ ബോർഡ് വേറെ ഒന്നുമില്ല. നമ്പർ പ്ലേറ്റ് നമ്മൾ വേറെ അഡീഷണൽ ഫിറ്റ് ചെയ്യണം. ആ ബോർഡിന് മാത്രം ഒരു 30,000 രൂപയുള്ളൂ. 30,000 രൂപ വരും. അതെ, ഞാനൊക്കെ ആണെങ്കിൽ ഒരു ക്ലാമ്പ് എന്തെങ്കിലും സെറ്റ് ചെയ്ത് ഒരു ചട്ടബോർഡ് എന്തെങ്കിലും വെക്കുക. ഫാറ്റ് ബോയ് വാങ്ങുന്നവർക്ക് ക്ലാമ്പ് ഇടാനുള്ള സമയം ഉണ്ടാവില്ല. ഫാറ്റ് ബോയ് വാങ്ങുന്നവർക്ക് എന്ത് 30,000 അല്ലെങ്കിൽ 40,000 അല്ലെങ്കിൽ 1 lakh. ഇത് ഏകദേശം ടോട്ടൽ എത്രത്തോളം വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്? എത്ര ടോട്ടൽ ആക്സസറീസ് ലിസ്റ്റ് കുറെ ഉണ്ടായിരുന്നു. ഒരു എണ്ണി ഉണ്ടായിരുന്നില്ല ഞാൻ, പക്ഷെ പ്രൈസ് ഏകദേശം ഓണർ പറഞ്ഞ ഒരു 6 to 8 lakh rupees, 6 lakh or 8 lakh rupees ആക്സസറി. അതിന്റെ ഇടയിൽ ഇത് ആക്സസറീസ് മാത്രം. അപ്പൊ ഈ വണ്ടിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഈ വണ്ടിന്റെ കാര്യങ്ങൾ എത്രത്തോളം? അതെ, അതായത് നമ്മൾ ഇപ്പൊ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 12.9 lakh rupees ഓൺലി. 12.9 lakh. 2016 ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോയ്. 8 ലക്ഷം രൂപന്റെ അടുത്ത് അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ 8 ലക്ഷത്തിന്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ വണ്ടി 12.9 lakhന് കിട്ടും. 12.9 lakh നമ്മൾ ആസ്ക് ചെയ്യുന്നുള്ളൂ. അത്രേ ആണുള്ളൂ. അതെ. അപ്പൊ ഈ വണ്ടിക്ക് വിലല്ലേ? വണ്ടിന്റെ വർക്കിനാണോ വില? അപ്പൊ ഇത് വരുന്നത് 2016 മോഡൽ ഫാറ്റ് ബോയ്, ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഫാറ്റ് ബോയ് ഓണേഴ്സ് നല്ലോണം റൈഡ് ചെയ്യും. ചിലർ തീരെ റൈഡ് ചെയ്യൂല. റൈഡിങ്ങിന് കൂടുതൽ റൈഡിങ്ങിന് കൂടുതൽ ക്രൂസിംഗിന് പോകുന്ന ഒരു ക്രൂസിംഗിന് പോകുന്ന ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ അങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ പിടിച്ചു പോകുന്നത്. ഒരു വേറെ ഹാൻഡിലും കൂടി വെക്കുന്നുണ്ട് ചില ആൾക്കാർ. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ. പുറത്തെ ഹാൻഡിൽ ബാർ 1 ലക്ഷം രൂപയാവുമല്ലോ. ഇത് നമ്മളിങ്ങനെ കൂളാക്കിയിട്ടാണ് പറഞ്ഞിട്ട് എടുത്ത് കിട്ടിട്ട്. അത് ചെറിയ പൈസ, 12 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വണ്ടിക്ക്. പിന്നെ ഹാൻഡിലൊരു 1 ലക്ഷം, അല്ലെങ്കിൽ ബാക്കത്തെ സാരി കാരനാണെങ്കിലും ചെറിയ 1 lakh ആ ലെവലൊക്കെ പറയുന്നുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ബ്രാൻഡ് ന്യൂ പ്രൈസ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ആ ഫുൾ പാക്കേജ് ആണ് കിട്ടുന്നത്. എത്ര ഈ റേറ്റിന് മാത്രം. അതെ, ഈ ഫുൾ അതായത് 12,90. അതിന് നമുക്ക് ഈ ഒരു മൊത്തം കിറ്റും അതുപോലെ തന്നെ ഈ വണ്ടിയും ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അല്ലേ? ആ പൈസ മതി. നമുക്ക് ഫ്രീ ആയിട്ട്. പിന്നെ ടയേഴ്സ് ബ്രാൻഡ് ന്യൂ ആണ്. ഈ വണ്ടിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കപ്പ് ഹോൾഡർ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ എക്സോസ്റ്റ് ആ സമയത്ത് 60,000 വന്നിട്ടുണ്ടാവും. 2016 മാറ്റിയതാണ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ കൂടുതലായിട്ട് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് വർക്ക് ചെയ്തതിന്റെ പ്രൈസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ വീഡിയോന്റെ ഇടയിൽ തന്നെ കൊടുക്കുന്നുണ്ട് താഴെ. അതിൽ വേറെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നമ്പർ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്കിത് മാറ്റാം. ഓക്കെ, ഇതിന്റെ ഈ സിൽവർ ആയിട്ടുള്ള ഇതിന്റെ സൈഡത്തെ ഓക്കെ സെറ്റ് അല്ലേ? ഈ സൈഡത്തെ ഈ വിഷലില്ലേ, അതായത് ഇതിന്റെ ഈ റിമ്മ് അല്ലേ? ആ റിമ്മ് തന്നെയല്ലേ പേര്? ഏത്? ഈ അലൈവില് അതായത് എന്താ പേര്? ഇതോ? ആ റിമ്മ് തന്നെ. ആ റിമ്മ്. ഈ റിമ്മിന് ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഇതുണ്ടല്ലോ, ഈ വണ്ടി ഉപയോഗിക്കുന്ന ആള് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ശീലന്റെ കയ്യിലുണ്ടാവും. അത് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കും. കാരണം എന്താ വെച്ചാൽ ഇത് തുടച്ച് വൃത്തിയാക്കാൻ മാത്രമുള്ളൊരു കളറും അത് കാണാനും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു പ്രത്യേക രസമാണ്, ഒരു ഫീലാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോറി ബ്രോ. അതെ, വാ. നമ്മൾ ഇതുവരെ കുറെ ഹാർലി ചെയ്ത സ്പോർട്സ് ബൈക്സ് കുറവായ പോലെ ഒരു ഫീല് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അറിയില്ല. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അതെ, ഇനി ഈ ഒരു നമ്മൾ ഈ മുകളിൽ കൂളായി നിൽക്കുന്ന ഈ ഒരു ഡാർക്ക് മൂവ്മെന്റിൽ നമ്മൾ ഒന്ന് പവറാക്കി ചൂടാക്കാൻ പോവാണ്. അതായത് ഇനി നമ്മൾക്ക് കാണാൻ പോകുന്നത് ഓരോന്നിന്റെ പേര് ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞോ. നമുക്ക് ട്രയംഫിന്ന് തുടങ്ങാം. ട്രയംഫിന്റെ ട്രീറ്റ്മെൻ ആണ് വരുന്നത്. ഇതും ഒരു സ്പെഷ്യൽ ഇതാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോ. അതായത് ഇതും ഒരു സ്പെഷ്യൽ ഇതാണ്. അതെ, അതാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വെക്കാം. ഓക്കെ, ചേട്ടപ്പോ തമാശൊക്കെ പറയും, അത് വേറെ വിഷയം. നമുക്ക് അങ്ങനെ ശീലമായി പോയില്ലേ? ഓക്കെ, ഓരോ വണ്ടിന്റെ സൗണ്ട് കേട്ടിട്ട് അതിന്റെ വിഷ്വൽ കണ്ടിട്ട് പോയാൽ മതി നിങ്ങൾ. നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ വണ്ടി അല്ലേ? മറ്റുള്ള വണ്ടികളിൽ നിന്ന് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു റൗണ്ട് അടിക്കും അങ്ങനെ. ഇതിലൂടെ ഒന്ന് പോയി വരാം.
അത് വളരെ സിമ്പിൾ ആണല്ലോ യൂസ് ചെയ്യാൻ. അതായത് ഇത്രയും നല്ല ഹെവി വെഹിക്കിൾ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് തുടങ്ങിയാലോ, പ്രൈസ് കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളെല്ലാം. ഇത് വരുന്ന ഇതും ഇതേപോലെ തന്നെ നമുക്ക് ക്രൂസർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനെയും പറയാം. അതായത് ഇത് വരുന്നത് ട്രയംഫിന്റെ സ്ട്രീറ്റ് ട്വിൻ പറഞ്ഞ മോഡലാണ്. വേറൊരു വണ്ടി കാണിച്ചത് അത് ടൈഗർ, അത് അഡ്വഞ്ചർ ബൈക്ക്. അഡ്വഞ്ചർ ബൈക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു. തുമ്പിയെ പോലെ ആ ഒരു വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ തീർച്ചയായിട്ടും. ഇത് 2018 മോഡലാണ്. ഓക്കെ, ഫസ്റ്റ് ഓണർഷിപ്പ്. 2018 പറയുമ്പോൾ കുറച്ചായാലോ. ഫസ്റ്റ് ഓണർഷിപ്പ് പറയുമ്പോൾ അത് വേറെ ലെവലാണ്. അതെ, പക്ഷേ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി 2500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2500 കിലോമീറ്റർ മാത്രം ഓടി. അതായത് വീട്ടിൽ വെച്ചൊക്കെയായിരുന്നു ഇയാൾ ഇത് വണ്ടി ചെറുതായിട്ട്. അപ്പൊ 2018 മോഡലാണ് പറഞ്ഞ പോലെ തന്നെ. ട്രയംഫിന്റെ സ്ട്രീറ്റ് ട്വിൻ ആണ്. അത് ബോണവിൽ സീരീസിൽ വരുന്ന എൻട്രി ലെവൽ ട്രയംഫിന് എൻട്രി ലെവൽ ബൈക്ക്. ഇപ്പൊ സ്പീഡ് 400 വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രീമിയം ബൈക്ക്, സൂപ്പർ ബൈക്ക് എന്ന് പറയാനുള്ള സാധനത്തിൽ ഇതാണ് തുടങ്ങുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹംബിൾ ആൻഡ് നിമ്പിൾ ഡിസൈൻ ആണല്ലോ. ഇത് കാണുന്ന പോലെയല്ല. 900cc ആണ് ഇത് വരുന്നത്. 900cc ആണ്. പക്ഷെ ഇതിന്റെ ചെറുതൊന്നും വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ പുതിയ ഇറങ്ങിയത് 400cc. 400cc. അത് ഈന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയ ബൈക്കാണ്. ഇതാണ് ഒറിജിനൽ നരിക്കുട്ടിയാണ്. നമുക്ക് ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് അതിൽ ചെയ്തിട്ടുണ്ടോ നിലവിൽ? എക്സ്ട്രാ ഇല്ല, സ്റ്റോക്ക് ബൈക്കാണ്. ഈ എക്സോസ്റ്റ് മാത്രമാണ് അവർ മാറിയിട്ടുള്ളൂ. ട്രയംഫിന്റെ കണ്ടില്ലേ, പോലീസ് പിടിക്കേണ്ട കാരണം ട്രയംഫിന്റെ ടീ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് ലീഗൽ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ്. അതെ, വലിയൊരു സൗണ്ടും വലിയൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഒരു ബേസ് ഉണ്ടല്ലോ, നല്ലൊരു സൗണ്ട് ഉണ്ട്, വൃത്തിയുള്ള സൗണ്ട് ആണ്. ഓക്കെ, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് പ്രൈസിന്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്? ഇതിന് ഫൈനാൻസ് നമുക്ക് ചെയ്തു തരാൻ പറ്റും. നമ്മൾ 7.5 lakhs ആസ്ക് ചെയ്യുന്നത്, അഗൈൻ നെഗോഷ്യബിൾ ആണ്. 2018 സ്ട്രീറ്റ് ട്വിൻ 2500 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ഫസ്റ്റ് ഓണർ, ജെന്യുവൻ ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ ആയിരിക്കും 2500 ഓടിയുള്ളൂ. 2500 നേരിട്ട് കൊണ്ടുപോവാം. അല്ലേ, നമുക്ക് ആ കസ്റ്റമറെ കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് ഡെലിവറി ചെയ്യാം. തീർച്ചയായിട്ടും. അതൊക്കെ ട്രയംഫ് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഇൻഷുറൻസ് പുതിയതാണ്, എല്ലാം ഒന്നുമില്ല. ജസ്റ്റ് ബൈ ആൻഡ് റൈഡ്. ഫൈനാൻസ് ഡെഫിനറ്റ്ലി അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ബൈക്ക് ജെനുവലി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ബാങ്ക് സ്റ്റാഫായിട്ട് നിങ്ങൾ കോൺടാക്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അവർ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ. ഇത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2 lakh ഡൗൺ പേയ്മെന്റ്. ചിലപ്പോൾ അത്രയും വരില്ല. ഇതിന് ഫിക്സ്ഡ് നമ്മുടെ ബ്രാൻഡ് ബൈക്കുകളും ഫിക്സ്ഡ് ആയിട്ട് വരില്ല. കസ്റ്റമറിന്റെ സിബിലും കസ്റ്റമറിന്റെ എലിജിബിലിറ്റി ഉണ്ടല്ലോ, അവരുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഈ എമൗണ്ട് എത്ര കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, എന്നാ വണ്ടി എടുത്തോളൂ, നമുക്ക് അടുത്ത വണ്ടി പറയാം. ഇനി വരാനുണ്ട് വണ്ടികൾ. ഇനി ഒരു 3 മുതൽ എന്ന് പറഞ്ഞാല് അത് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വരട്ടെ സൗരഭ് ബ്രോ. അതേ ട്രാക്കിൽ തന്നെ അങ്ങോട്ട് വരട്ടെ. ഓക്കെ, നമ്മൾ ഹാർലി ലൈനപ്പ് ഐ തിങ്ക് നമ്മള് പ്രേക്ഷകർക്ക് ഒന്നും കൂടെ യൂസ് ടു വേണ്ടല്ലോ കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഇതൊക്കെ കുറച്ചും കൂടെ ഒരു പുതിയതായിട്ട് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ത്രൂ ഇതിപ്പോ നമ്മൾ ചിലപ്പോൾ റോട്ടിലും ചിലപ്പോൾ കാണാനും സാധ്യത. പക്ഷെ ഇത് റോട്ടിൽ കണ്ടാൽ തന്നെ നമ്മളൊന്ന് കൊതിച്ചു പോകുന്നത്. മറ്റുള്ളത് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യുവാക്കളായിട്ടുള്ള നമ്മളെ യങ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് അത്ര കണ്ട് ഇതായിക്കോണമെന്നില്ല. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സെഗ്മെന്റ് തൊട്ട് ഇവിടെ ഉള്ള ഈ സാധനത്തിന്റെ മൂളൊക്കെ ഇതിന്റെ സൗണ്ട് കേൾക്കാൻ വരും. അപ്പൊ ഇത് കുറച്ച് നമുക്ക് ഈ ട്രയംഫും നമുക്ക് ചെയ്യാം. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, പക്ഷേ വീഡിയോ കുറച്ച് ലേറ്റ് ആവോ? പ്രശ്നമല്ലേ, ഇതിന് ആൾക്കാർ കാത്തിരുന്നോളും. അപ്പൊ ഇതിന്റെ ഒരു ബ്രീഫ് വേണമെങ്കിൽ തരാം. ഇത് 900cc ഞാൻ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ഏജ്ഡ് ആയ ഒരു മെച്ചൂർഡ് ആയ ആൾക്കാർ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ബൈക്കാണ്. ഭയങ്കര സ്മൂത്ത് ആണ്, പക്ഷെ കൊടുക്കുമ്പോൾ നല്ല പവർ ഉണ്ടാവും. ഹാൻഡ്ലിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബൈക്കാണ്. പക്ഷെ അത് ഭയങ്കര ഓവർ ലുക്കും ഇല്ല, ഭയങ്കര ഹംബിൾ ആൻഡ് നിമ്പിൾ ആയ ഒരു ലുക്ക് ആണല്ലോ. കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൈക്കാണ്. ബ്രിട്ടീഷ് കമ്പനിയാണ് ഇത്. ബ്രിട്ടീഷ് ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതൊക്കെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തതാണ് വിശ്വാസം. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ, അഥവാ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മെസ്സേജ് ചെയ്യാം, നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. മെസ്സേജ് കൂടുവോ? അപ്പൊ ബ്രിട്ടീഷ്കാരനോട് നമ്മൾ വിട പറയുന്നു. ഇനി നെക്സ്റ്റ് ജാപ്പനീസ്, ഓൾ ദ വേ ഫ്രം ജപ്പാൻ. ബ്ലേഡ് ആണ് ഇത്, ബ്ലേഡ് Z900. യെസ്, അതെ, ഒരു അടിപൊളി മുതലാണ്. അപ്പൊ ഇതിന്റെ സൗണ്ട് കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ഇത് കുറെ മീൻസ് ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾ സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ബൈക്ക് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്, ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്, പവർഫുൾ ആണ്, ബട്ട് വളരെ ഈസി ടു യൂസ്, ആർക്കും യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സാധനമാണ്. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. എടുക്കി, ഇനി കൂടുതലൊന്നും പറയാനില്ല. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നിലേട്ടാണ് വെച്ച് തരാം.
വേറെ ലെവൽ ഫീൽ ഇട്ടാ. സൗണ്ട് ഉണ്ടല്ലേ? സൗണ്ട് ഉണ്ടോ? സൗണ്ട് കാണല്ല, സൗണ്ട് കേട്ടോ. ബ്രോ ഒരു രക്ഷയില്ല. പൊളിയല്ലേ? പൊളി എന്ന് പറഞ്ഞാ പൊളി. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയാം. ഇത് എങ്ങനെയാണ്, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കൂടി ഒന്ന് പറഞ്ഞെടുക്കാം. ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതും 900cc ആണ്. പക്ഷെ ഇത് ഒരു സ്പോർട്സ് ബൈക്ക് അല്ലേ? അപ്പൊ അത് ചിലപ്പോൾ ഒരു 65 ഹോഴ്സ് പവർ ഉണ്ടാക്കുന്നുണ്ട്. 900cc ആണല്ലോ. അതിന്റെ എഞ്ചിൻ എന്താ പറയുക, കോൺഫിഗറേഷൻ വേറെ തന്നെയാ. ഓക്കെ, ഇതങ്ങനെ, ഇത് സ്പോർട്സ് ബൈക്കാ, ഇൻലൈൻ 4 എഞ്ചിൻ. ആ സൗണ്ട് എങ്ങനെയുണ്ട്? സൗണ്ട് വേറെ, അതായത് സൗണ്ടിനാണ് പൈസ. അതെ, സൗണ്ടിനാണ് പൈസ. അതെ, സൗണ്ട് അങ്ങോട്ട് പൈസ കൊടുത്തു, അങ്ങനത്തെ സൗണ്ടാണ്. അതെ, ഇൻലൈൻ 4 എഞ്ചിൻ ആണ്. വളരെ സ്മൂത്ത് ആയ എഞ്ചിൻ അല്ലേ? സ്മൂത്ത് ആയ എഞ്ചിൻ. അതെ, അപ്പം ഇത് വളരെ സ്മൂത്ത് ആയ ഒരു എഞ്ചിനാണ്. നമ്മള് സീറ്റിംഗ് പോസ്റ്റർ പറഞ്ഞ എന്താ പറയുക, ഒരു ന്യൂട്രൽ ആയ പൊസിഷൻ ആണ്. ഡെയിലി യൂസിന് പറ്റുന്ന ബൈക്കാണ്. സ്പീഡ് പോകാൻ പറ്റും, പതുക്കെ പോകാൻ പറ്റും, എല്ലാ ഏജ് ഗ്രൂപ്പ് ആൾക്കാർക്ക് ഓടിക്കാനും പറ്റും. എൻട്രി ലെവൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിന് ബ്ലാക്കിലല്ല, സാധാരണ ഗ്രീൻ അല്ല, ഗ്രീൻ ആണ് വരെ. ബ്ലാക്ക് കുറച്ച് റയറാ കമ്പയറിംഗ് ടു ഗ്രീൻ. ഇതിൽ ഗ്രീന്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്, അതാണ്. ഈ നിഞ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഗ്രീൻ ആണ് ഫസ്റ്റ് മൈൻഡിൽ. ഗ്രീൻ കളർ അത് വേറെ ലെവൽ. അതിന്റെ ഒരു സ്റ്റെൽത്ത് കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ആണെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ബൈക്കിന്റെ ബ്രീഫ് ഞാൻ തരാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പ്രൈസിലേക്ക് വരാം. സോ 2022 മോഡൽ കവാസാക്കി Z900 ആണ് വരുന്നത്. അതും 2020ന്റെ മുന്നിലുള്ള ബൈക്കാണ്. ഫസ്റ്റ് ജനറേഷന്റെ സെക്കൻഡ് ആയിട്ട് വരുന്നത്. അതായത് TFT സ്ക്രീൻ, പവർ മോഡ്സ്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വരുന്ന ബൈക്കാണിത്. ഓക്കെ, പിന്നെ നമ്മൾ പഴയ ബൈക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ജസ്റ്റ് ഓടിച്ചിൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പം നമ്മൾ ത്രോട്ടിൽ ഉണ്ടല്ലോ, പഴയ ബൈക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ചെറിയ ചാട്ടം, ത്രോട്ടിൽ വിടുമ്പോൾ ആ ഒരു ഫ്യൂലിംഗ് സ്മൂത്ത് ആയിരുന്നില്ല. അതൊക്കെ അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അടിപൊളി ബൈക്കാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വരുന്നത് ആക്സസറീസ് പറയാന്നുണ്ടെങ്കിൽ ചെറുത്ത് തുടങ്ങാം. അതെ, ഫ്രെയിം സ്ലൈഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് ടെയിൽ ടൈഡി എന്ന് പറയും. മുന്നേ വലുത് ഇതല്ലേ വരുന്നത്. ഇത് ടെയിൽ ടൈഡി വരുന്നുണ്ട്. പിന്നെ ആരോന്റെ സ്ലിപ്പ് ഓൺ ആണ് വരുന്നത്. ഇത് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? മെറ്റീരിയൽ എന്താണ്? ഇത് മറ്റേ നമ്മള് വള്ളത്തിനടി മുങ്ങി പോയില്ലേ ഒരു സാധനം, ടൈറ്റാനിയം. അത് ടൈറ്റാനിക്. സോറി ഇത് ടൈറ്റാനിയം. ഇത് ടൈറ്റാനിയം. ടൈറ്റാനിയം പറയുന്ന മെറ്റീരിയൽ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ടൈറ്റാനിയം സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് ആണ്. അതെ, കഴിഞ്ഞ വീഡിയോയില് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ ഗ്യാപ്പ് തന്നിട്ടില്ല. പലരും എനിക്ക് പറഞ്ഞിട്ട് കമന്റ് ആയിട്ട് വന്നിരുന്നു. പക്ഷെ ഇതില് സൗരഭ് ബ്രോ അത് അങ്ങനെയല്ല. സ്പൾബർ ബ്രോ ആ എക്സൈറ്റ്മെന്റ് ബൈക്കിന്റെ പാഷനോട് ചോദിച്ചു നമ്മുടെ വീഡിയോയിൽ താഴെ വന്നിട്ട് ചിലപ്പോ മിക്കവാറും എന്തുകൊണ്ടത് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ എല്ലാവർക്കും ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞോണമെന്നില്ല. അപ്പൊ സാധാരണക്കാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതെല്ലാം ചോദിച്ചറിയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ എക്സോസിനെ പറ്റി നമ്മൾ പറഞ്ഞു. എത്ര എമൗണ്ട് വരുന്നുണ്ടാവും എക്സോസിന്? ഇത് അറൗണ്ട് ഒരു 80,000 ആ ലെവൽ വരും. അത് കറക്റ്റ് അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം. അപ്രോക്സ് പ്രൈസ് നിങ്ങൾ എവിടെ എടുക്കുന്നത്, എങ്ങനെ എടുക്കുന്നത്, അതൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തെല്ലാം. ഇത് 2022 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. അതെ, 9,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. 9.9 ലാക്ക് റേറ്റ് വരും. നമ്മൾ എല്ലാ റേറ്റും മാക്സിമം ചവിട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. നമുക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് എന്ന രീതിയിൽ. കാരണം സ്പൾബർ ബ്രോന്റെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് അല്ല, വ്യൂവേഴ്സ് പറഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് തന്നെ നല്ല സപ്പോർട്ടായി നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് പോസിബിൾ റേറ്റ് നമ്മൾ കൊടുക്കാം. പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് ഞാൻ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കും. നമുക്കൊരു ബൈക്ക് റൈഡ് ഒക്കെ പോകട്ടെ. നമ്മുടെ സൂപ്പർ ബൈക്ക് ടീമിനൊക്കെ വിളിക്കാം. നമുക്ക് ഇനിയിപ്പോ ഫിനാൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യം? ഫൈനാൻസ് അവൈലബിൾ ആണ്. അറൗണ്ട് ഫിഗേഴ്സ് ആണ് ഞാൻ പറയുന്നത്, പ്രിസൈസ് അല്ല. അത് നിങ്ങൾ ബാങ്കായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴായിരിക്കും. ഒരു 2 lakh rupees ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതെ, ചിലപ്പോൾ നിങ്ങൾക്ക് 1 lakh മതിയാവും, ചിലപ്പോൾ നിങ്ങൾക്ക് 3-4 lakhs വേണ്ടി വരും. അതൊക്കെ നിങ്ങൾ പ്രൊഫൈൽ പോലെ. വണ്ടി എടുത്തോളൂ. ഓക്കെ, അല്ല ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ഫ്രണ്ട് പൊക്കുവോ? വണ്ടി ഫ്രണ്ട് പൊക്കും. കൊടുക്കാനുള്ള വണ്ടിയാണ് ഫ്രണ്ട് പൊക്കും. സഞ്ജു ടെക്കിനെ പൊക്കിയ പോലെ എനിക്ക് പൊക്കിക്കൊണ്ടോ ആവൂല. ഓ വേണ്ട, പൊക്കിയതല്ല, ചാടിപ്പോയതാണേ. വീണതല്ല, സാഷ്ടാംഗം പ്രണാമിച്ചതാ. ഓക്കെ, അവിടെയാണല്ലോ അല്ലേ? വരൂ.
അതിന്റെ സൈലൻസറിന്റെ വരവൊക്കെ കണ്ടാൽ തന്നെ അറിയാം. സൈലൻസർ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടാൽ തന്നെ അറിയാം അതിന്റെ സൗണ്ടിന്റെ ആ ഒരു സ്മൂത്ത്. എത്ര സിലിണ്ടർ ആണ് വരുന്നത്? ഇത് ഇൻലൈൻ 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ, അതായത് കാറിന്റെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ഇതിന്റെ എഞ്ചിൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അഡാറ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ സാധനം. അതന്നെ, അതിനെക്കാട്ടും വലിയ എന്തെങ്കിലും അത് പറയാം. അങ്ങനത്തെ സാധനം, അതായത് ഇതിനു വേണ്ടി കാത്തിരിക്കായിരിക്കും ഈ വീഡിയോയിലുള്ള ഏകദേശം 90% ആളുകളും. അപ്പൊ അതാണ് നമ്മൾ ഇത്രയും ഹൈപ്പ് ഇട്ടത് ലാസ്റ്റ് തന്നെ പറയാന്ന് വിചാരിച്ചത്. വേറൊരു സാധനം കൂടി ഉണ്ട്, ഒരു റയർ ഐറ്റം, ഒരു ആക്ടർ ഉപയോഗിച്ചൊരു വണ്ടി. അതായത് അതിനെ പറ്റി നമ്മള് ഇത് കഴിഞ്ഞിട്ട് പറയാം, നെക്സ്റ്റ് പറയാം. പക്ഷെ കാത്തിരുന്നു, ഇത് രണ്ടുമാണ് വീഡിയോന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് കിട്ടത്. അപ്പൊ ഇത് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പറയാം. കവാസാക്കിന്റെ നിഞ്ച ZX 10R, അവര് 1000cc ട്രാക്ക് റേസിംഗ് മെഷീൻ. യെസ്, നമുക്കിത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാം കാര്യങ്ങൾ. എൻ്റെ പൊന്നു മോനെ, ഇതിന്റെ മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിലും ഇതിന്റെ മൊത്തത്തിലുള്ള ഈ ബോഡി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിമേ ഇരുന്ന് പോകും നമ്മൾ. അതിന്റെ ഒരു ലുക്ക് അങ്ങനെയാണ്. അതെ, ഓക്കെ. സെൽഫ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിന്റെ സൗണ്ട് വേറെ ലെവലിന് കേട്ടോ. ഓ പൊന്നെ, ഒന്ന് കൊതിക്കുന്നുണ്ടാവൂലേ? ഒന്ന് കൊതിക്കുന്നുണ്ടാവൂലേ ഇതൊന്ന് ഓടിക്കാന്? യെസ്, അതിന് നമുക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. നമുക്കിത് എന്തായാലും ഒന്നുകൂടി ഒന്ന് റേസ് ആക്കി നോക്കാം. സൗരഭ് ബ്രോ, നിങ്ങളൊന്ന് റേസ് ആക്കി. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാണ്, വേറെ ഒന്നല്ല. നമ്മളിപ്പം ഇതേപോലെ ബൈക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴും ഇതൊക്കെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വണ്ടി ഓൺ ചെയ്തിട്ട് വെക്കുന്നുണ്ടാവൂലേ, വണ്ടി ഓൺ ചെയ്തിട്ട് റൺ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ നേരെ കൊണ്ടുവരികയാണ്. അല്ലാണ്ട് ഒരിക്കലും കോൾഡ് സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഇപ്പം പൾവറോ പറഞ്ഞ് നമ്മളെ റെബ് ചെയ്യുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ റെബ് ചെയ്യാം നമുക്ക്. പക്ഷേ ഇവിടെ മീറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ കാണാം 49 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടേ ഉള്ളൂ. ഇതൊരു അറൌണ്ട് 60 or 80 ഡിഗ്രി ആയി കഴിഞ്ഞാലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. ഹീറ്റ് ആവണം, എസ്പെഷ്യലി ഇങ്ങനത്തെ റേസിംഗ് മെഷീൻസ് ആയതുകൊണ്ട്. അതിനുവേണ്ടി വണ്ടികളൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ എല്ലാ വണ്ടികളും സ്റ്റാർട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് പൊട്ടിക്കുന്നതും ഇതാക്കുന്നതും. പക്ഷെ നിഞ്ചയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒന്നുകൂടെ ഒന്നുകൂടി ഹീറ്റ് ആയി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 2018 മോഡലാണ്, കവാസാക്കി നിഞ്ച ZX 10R, അവരുടെ ട്രാക്ക് റേസിംഗ് മെഷീൻ. അപ്പം ഈ ബൈക്കിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ, സൂപ്പർ ബൈക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ, മോസ്റ്റ് സോൾഡ് സൂപ്പർ സ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ സ്പോർട്ട് പറയുന്നത് എന്താണ്, ഈ ഫെയറിംഗ് ഉള്ളതിനാണ് നമ്മൾ സൂപ്പർ സ്പോർട്ട് എന്ന് പറയുന്നത്. അത് നേക്കഡ് ആയിട്ട് വരും, നേക്കഡ് സീരീസ്. ഇത് സൂപ്പർ സ്പോർട്ട്. അപ്പൊ സൂപ്പർ സ്പോർട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ, ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളത് ഇതാണ്, നിഞ്ചേന്റെ ZX 10R. ഭയങ്കര റിലയബിൾ ആയ ബൈക്കാണ്, എക്സ്ട്രീംലി ഓവർ പ്രൈസ്ഡ് അല്ല. സൂപ്പർ ബൈക്സിൽ ഒരു അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ബൈക്ക് തരുന്നത്. അതും ചെറിയ സാധനത്തെ പോലെ ഏതെങ്കിലും ഒരു കുറച്ചിട്ട് ഇല്ലാണ്ട് പവറൊക്കെ കുറച്ചിട്ടുണ്ടാക്കുന്ന വണ്ടി ഒന്നല്ല. 200 ഹോഴ്സ് പവറാ ഈ വണ്ടി. 200 ഹോഴ്സ് പവറും 207 കിലോ. 207 കിലോ 200 ഹോഴ്സ് പവറിൽ 207 കിലോ ഉള്ളൂ. അതെ അല്ലേ, 200 ഹോഴ്സ് പവർ ഉണ്ടാക്കുന്ന 1000cc എഞ്ചിനാണുള്ളത്. സ്റ്റോക്ക് വണ്ടി ട്യൂൺ ചെയ്താൽ പിന്നെ അങ്ങോട്ട് കയറും. ട്യൂൺ ചെയ്താൽ ഇനിയും കയറും. ട്യൂൺ ചെയ്യാതെ തന്നെ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ടെസ്റ്റിൽ അടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയിലേട്ട സാധനം, ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ആയോ നമ്മൾ 66. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇത് കേൾക്കാൻ പോകുന്നത് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല, യോഷിമുറയുടെ ഫുൾ സിസ്റ്റം കാർബൺ ഫൈബർ എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റിന്റെ വില പറയുന്നില്ല, പക്ഷെ ഒരു ബൈക്ക് നിങ്ങൾക്ക് വാങ്ങാം, ബൈക്ക് വാങ്ങാം ആ ഒരു പൈസ. പക്ഷേ ഇനി സൗരഭ് ബ്രോ ആ ആക്സിലേറ്റർ ഒന്ന് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ചെവിടെ ഒന്ന് ജസ്റ്റ് പോത്തിക്കാൻ പോവാണ് ഗൈസ്. ഈ നാട് കുലുങ്ങിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എന്തായാലും ഇതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അതിന് മാത്രം ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് ഓഫ് ആക്കിയുള്ളൂ. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് റൈസ് ആക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ത്രോട്ടിൽ അങ്ങോട്ട് കൊടുത്തു. എൻ്റെ പൊന്ന് മോനെ, എൻ്റെ ചെവിടി കൂടെ എന്താണ് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ അതൊരു സൗണ്ടാണ്, അതിന് ഒരു രക്ഷയില്ല. അതിനൊത്തൊരു സൈലൻസർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ വണ്ടിയെ പറ്റി ജസ്റ്റ് 2018 ZX 10R 18-19 സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ എന്തൂസിയാസം ഫാൻസിന് മനസ്സിലാക്കാം. ഇതിന്റെ സ്റ്റിക്കറിന് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. സെക്കൻഡ് ഓണർഷിപ്പ് ബൈക്കാണ്, 13,000 കിലോമീറ്റർ ഓടി. നിങ്ങൾ വിചാരിക്കാൻ സെക്കൻഡ് ഓണർഷിപ്പ് ഒക്കെ 13, പക്ഷെ ഇതിന്റെ ഈ ബൈക്കിന്റെ കാര്യം എക്സാക്ട് ഈ നമ്മൾ പൊതുവെ ഇത് KL ബൈക്കാട്ടോ, ഒറിജിനൽ KL ബൈക്കാണ്. അതെ, ഫാൻസി നമ്പറും. പക്ഷെ ഇത് പൊതുവെ മാർക്കറ്റിൽ കാണുന്ന KL ബൈക്സ് പറഞ്ഞാൽ കിലോമീറ്റർ കൂടിയതായിരിക്കും, ഓണർഷിപ്പ് കൂടുതലായിരിക്കും. ഇത് അതൊന്നല്ല, ഇത് 13,000 കിലോമീറ്റർ പറഞ്ഞ ഒരു ജെം, ഒരു റെയറായി ഫൈൻഡ് ചെയ്ത ഒരു സാധനമാണ് മാർക്കറ്റിൽ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്, 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സസറീസ് പറയാനായിട്ട് പ്യൂയിക്കിന്റെ വിൻസ്ക്രീന് വരുന്നുണ്ട്, റേഡിയേറ്റർ ഗ്രില്ല് അവിടെ വരുന്നുണ്ട്, ഫോർ പ്രൊട്ടക്ടേഴ്സ്,
ഫ്രെയിം ഒക്കെ പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ടെയിൽ ടൈഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതി. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് ഇതിന്. ഇത് നമ്മള് ഇത് സ്റ്റിയറിംഗ് ഡാംപനർ എന്നാ പറയുന്നത്. ഓക്കെ, അത് എന്തിനു ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹൈ സ്പീഡ്സ് പോകുമ്പോൾ ബൈക്ക് അതെ അതായത് ഈ ഒരു വിരല് വരും, ആ വിരല് ഓവർ സ്പീഡ് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടു സൂപ്പർ ബൈക്ക് ഒക്കെ അത് ഡാംപ് ചെയ്യാനുള്ളതാണ് ഇത്. അതെ, ഒരു ഹൈഡ്രോളിക് സിസ്റ്റം പോലെ അല്ലേ? അതെ, ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. അത് കൂളായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടോ, എത്ര ടൈറ്റ് ആവണം, എത്ര ലൂസ് ആവണം എന്നുള്ളത്. അപ്പം ഇതേപോലെ റേസിംഗിനാണ് യൂഷ്വലി യൂസ് ചെയ്യുക. പക്ഷെ എന്നാലും ഈ ബൈക്ക് ഓടിക്കുമ്പോൾ ഹൈ സ്പീഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെബിലിറ്റി ഫ്രണ്ടിൽ തരാനാണ് ഇത്. വേറെ ലെവൽ വണ്ടി തന്നെയാണ് ഇത്. എനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്താ വെച്ചാൽ ഈ വണ്ടി എടുത്തിട്ടൊന്ന് റേസ് ആക്കിയിട്ടൊന്ന് ഫ്രണ്ടൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ 4 അടി കൂടെ പോകണം. പക്ഷേ ഇത് നമ്മളെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് അതിൻ്റെതായ സ്ഥലത്തേക്ക് നമുക്ക് നോക്കാം. നല്ല ട്രാക്കൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ട്രാക്ക് ഉള്ള റൂട്ടിലൊക്കെ വേണമെങ്കിലേ ബാംഗ്ലൂരൊക്കെ റൈഡ് ചെയ്യണ നേരത്താണെങ്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമ്മള് സ്പെഷ്യൽ പ്രൈസ് ആണ്, ഓൺ റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രൈസ് അറിയണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുക. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കൊടുക്കുക. ഇത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ, എന്നാലും അവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തുകൊണ്ടാ യൂട്യൂബിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അതിൻ്റെ അകത്ത് വരികയെന്ന് അതിന്റെ അർത്ഥം എന്താണ്? അതായത് നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരും. ഓക്കെ, നമ്മൾ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സാധാരണക്കാരൻ ചെറിയ വണ്ടികളാണ് തുടങ്ങിയിരുന്നത്. ഇപ്പോൾ നമ്മൾ നിങ്ങളെ മുന്നിൽ സൂപ്പർ ബൈക്ക് കാണിച്ചതല്ലേ, അത് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ച് നമ്മളെ ഷെയർ ചെയ്ത് നമുക്ക് വേണ്ട കമന്റുകൾ താഴെ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്കതൊരു കുളിരാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ആവശ്യം കൊള്ളും. നമ്മളങ്ങനെ ഉലകം ചുറ്റി നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോകൾ കാണിച്ചു തരും. അതേപോലെ തന്നെ സൗരഭ് ബ്രോ ആണെങ്കിലും നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും. അപ്പോൾ നിഞ്ച ഇനി നിങ്ങൾ അങ്ങോട്ട് എടുത്ത് നിന്ന് കറക്കിയിട്ട് അങ്ങോട്ട് പോകട്ടെ. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ലെവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു 3-4 ലക്ഷം രൂപ 3-4 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസിൽ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ലൈറ്റ് ഉള്ളതുകൊണ്ട് എത്രത്തോളം കാണുന്ന അറിയില്ല, ഇതിന്റെ അകത്ത് തീ വരും. ഇതിന്റെ അകത്ത് ചെറുതല്ല, ഇത്ര പോകുന്ന ഒരു തീ വരും. ഈ ഒരു ലെങ്ത് വരെ വന്നിട്ടുണ്ട്. ആ പവർ പോരട്ടെ. അതെ, രാത്രി അല്ലാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം കാണുന്ന അറിയില്ല. നമുക്കൊരു കൈ നോക്കാം എന്തായാലും. വരുന്നുണ്ട്, പക്ഷെ അത് ഒരു ക്രാക്ലിംഗ് സൗണ്ട് വെക്കുന്നില്ല. തീ സ്പിറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നില്ലേ? ഒന്നുകൂടെ സംഗതി എന്താന്ന് വെച്ചാലേ, നമ്മൾ ആ പൊട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ രാത്രി അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഫ്ലെയിം കേട്ട് കാണുന്നില്ല. ഈ രാത്രി ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന വിഷ്വൽ എന്തായാലും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതല്ല നല്ലത്. അങ്ങനെ ചെയ്തോളൂ. അതായത് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് നിലവിലിപ്പോ ഇത് കൂടുതൽ ഓടിയില്ല, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചൊരു കുറവുണ്ട്. പക്ഷെ ഇതൊന്ന് ഓടി റണ്ണിങ്ങിന് നമ്മൾ നിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് ഇതേപോലെ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ എന്തായാലും ആ പൊട്ടോട് കൂടി നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്കൊന്ന് ടേൺ ചെയ്ത് തരാം. പിന്നെ വലിയൊരു വളവാണ്, വളരെ കുറവാണ്. അതെ, നല്ല കർവ് ചെയ്ത് ടേൺ ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ഓക്കെ ആണോ? ഓടിക്കണമെങ്കിൽ ഒന്ന് ബാക്ക് എടുക്കേണ്ടി വരുമോ? ഓ, കിട്ടി. ആ ഡബിൾ ഡിസ്ക് ഒക്കെ ഇതിന് പ്രത്യേക ലുക്കാട്ടോ. സൗരഭ് ബ്രോ അത് ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് കുറച്ച് റിസ്ക് പിടിച്ച് ഞാൻ ബാക്കിലേക്ക് വലിക്കണോ? വെയിറ്റ് ഒന്നുമില്ല, വെയിറ്റില്ല, സ്ലിപ്പായിട്ട് ഇവിടെ കാല്. സംഗതി ചെറിയൊരു മഴ പെയ്ത് കാരണം ഇവിടെ ചെറിയ സ്ലിപ്പ് ആകുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലല്ല കേരളത്തിൽ നിന്നും ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ഐറ്റം MV അഗുസ്റ്റ. അതെ, MV അഗുസ്റ്റ പറയാൻ ഞാൻ MVM അഗുസ്റ്റ അങ്ങനെ കുറെ ഉണ്ടാക്കി. ഓക്കെ സാർ, ഇപ്പോ നമുക്ക് ഇതിന്റെ ഡിസൈനിൽ നോക്കുകയാണെങ്കിലും ഒരു രക്ഷയില്ലാത്തൊരു വെറൈറ്റി മോഡലും പിന്നെ ഒരു അഗ്രസീവ് ലുക്കുള്ള സാധനമാണ്. എന്താണ് ഇതിന്റെ? അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് 2-3 മിനിറ്റ്സ് വന്നു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു ബൈക്ക് പറഞ്ഞോളൂ. ഞാൻ ഇതിന്റെ ഈ ബൈക്കിന്റെയും യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബ്രീഫ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഷോർട്ട് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇത് ഞാൻ മോട്ടോർ സൈക്ലിംഗ് ഇത് തുടങ്ങി നമ്മൾ സ്കൂൾ കാലത്ത് ഇതേപോലെ ഗൂഗിളിൽ ഇമേജ് നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം ഒരു ബൈക്ക് കണ്ടു. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു വിചിത്രമായ ഒരു കളറും ഡിസൈനൊക്കെ അത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആകെ അങ്ങോട്ട്
കിളി പോയി എന്ന് പറയില്ല, ഞെട്ടിപ്പോയൊരവസ്ഥ. അങ്ങനെ ഇത് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ പേര് ഒന്നുമില്ല. അങ്ങനെ കുറെ അതിന്റെ ചോടുള്ള ഇമേജസ് ക്ലിക്ക് ചെയ്ത് പിന്നെയാണ് MV Agusta പറഞ്ഞ പേര് കണ്ടത്. അത് പിന്നെ ഗൂഗിളിൽ പോയി അടിച്ചതും പിന്നെ ഈ ബ്രാൻഡിന്റെ ലോകത്തേക്ക് അങ്ങോട്ട് പോയി, കണ്ണ് തള്ളിപ്പോയി. പറഞ്ഞു ആ കാലം മുതൽ ലൈക്ക് MV Agusta കാണണം, കാരണം കാണാൻ കിട്ടാത്ത ഒരു ബൈക്കാണ്. ബാക്കി ഏത് ബൈക്ക് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നുണ്ടാവും എവിടെയെങ്കിലും പോയാലും, ഇത് കാണാൻ കിട്ടൂല. അതെ, ഇത് ഒരാൾക്ക് അങ്ങനെ വെറുതെ പോയി കഴിഞ്ഞാൽ കാണാൻ കിട്ടും. അത് നിങ്ങൾ സൂപ്പർ ബൈക്ക് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ആ സൂപ്പർ ബൈക്ക് കമ്മ്യൂണിറ്റി ആ ഗ്രൂപ്പിൽ പോലും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ആ സമയത്ത് നമ്മൾ കുറെ, കാരണം ആ സമയത്ത് ഇന്ത്യയിൽ ഷോറൂം ഉണ്ടായിരുന്നില്ല. പിന്നെ ലേറ്റർ ഓൺ അവർ വന്നു. ആ സമയത്ത് എനിക്ക് ബാംഗ്ലൂരിൽ ഈ ബൈക്ക് ഇതുപോലെ ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും 18-ാം വയസ്സിലായിരുന്നു ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. 18-ാം വയസ്സിൽ കിളി പോയി. അങ്ങനെയല്ല, അതിന്റെ പെർഫോമൻസ് ബ്രൂട്ടലായ ഒരു പെർഫോമൻസ്. അതായത് ഇതിൽ ഉള്ള വണ്ടികളെ പറ്റിയൊന്നും പറഞ്ഞപ്പോ സൗരവ് ബ്രോക്ക് ഇത്ര ഉന്മേഷം ഇത്ര ആവേശവും കണ്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഈ നിഞ്ചന്റെ ആ കാര്യം പറഞ്ഞപ്പോ വരെ ZX-R 200 ഹോഴ്സ് പവർ തുറക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ലെവലിൽ പോകും. പക്ഷെ ഇത് വേറെ തന്നെയാണ്. അതായത് കിട്ടാത്ത സാധനത്തിന് ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അതും ഇത് പോകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളങ്ങനെ ഇരുന്നാ മതി. അങ്ങനെ അപ്പം കമ്മിങ് ഡൗൺ ടു ദിസ്, ഇതാണ് MV Agusta, ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ആണ്. അപ്പം ഇവര് ഭയങ്കര ഒരു റേസിംഗ് ഹെറിറ്റേജും പെഡിഗ്രി ഒക്കെ ഉള്ള. അല്ല, ഇതിപ്പോ ഇതിന്റെ ബേസ് വേരിയന്റ് ആണോ? അതെ. അപ്പം ബ്രാൻഡിനെ കുറിച്ച് പറയാം, എന്നിട്ട് നമുക്ക് മോഡലിലേക്ക് വരാം. ഓക്കെ, അപ്പം ഭയങ്കര റേസിംഗ് ഹിസ്റ്ററിയും പെഡിഗ്രിയുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം ഇവര് ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സിനെ പോലത്തെ എന്താ പറയുക, നമ്മളെ പ്രൊഡക്ഷൻ ലൈനിൽ ഇട്ടിട്ട് ഇങ്ങനെ ബൈക്സ് വന്നുകൊണ്ട് അങ്ങനെയല്ല. ഇതൊരു സ്മോൾ ഫാക്ടറിയാണ്. റെയർ ആയതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഹാൻഡ് ബിൽഡ് ഈ ബൈക്സ് ഒക്കെ. ഒരു എഞ്ചിനീയർ, ഇറ്റാലിയൻ എഞ്ചിനീയേഴ്സ് എന്നിട്ട് ബൈക്ക് ഹാൻഡ് കൊണ്ട് അസംബിൾ ചെയ്തുകൊടുക്കുക. ബാക്കിയൊക്കെ പ്രൊഡക്ഷൻ ലൈനിൽ പോകുന്ന ബൈക്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ഇത് അങ്ങനെയല്ല. ഇത് എന്താ പറയാ, കസ്റ്റം മോഡൽ അല്ല, അതായത് വൺ ഓഫ് മോഡൽ അല്ല, ഇത് ഒരു പ്രൊഡക്ഷൻ സീരീസ് അല്ല. പക്ഷെ ഇത് അങ്ങനെ അസംബിൾ ചെയ്തിട്ട് അത്രയും വളരെ റെയർ ആയ. ഇപ്പം ഇതിന്റെ വേറൊരു ഫാക്ടറി നിങ്ങൾക്ക് പറയാന്നുണ്ടെങ്കിൽ Z900, ഇത് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. അപ്പൊ 2019 മോഡലിൽ ഈ ബൈക്ക് എത്ര വന്നിട്ടുണ്ടാവും? പ്രൈസ് ഗസ് ചെയ്ത് നോക്കും. ഇതിന്റെ സെയിം കോമ്പറ്റീറ്റർ ഉണ്ടാവുമല്ലോ, ഒരു ക്ലാസ്സിലുള്ള ബൈക്ക് ഉണ്ടാവും, അതാണ് Z900. അന്ന് ആ ബൈക്ക് 9.5 ലക്ഷമായിരുന്നു. ഇതിന് 18 ലക്ഷം. ഓ, ഒരു രക്ഷയില്ല. പ്രൈസിനെ പോലെ തന്നെ. അതെ, ആ പ്രൈസിൽ വേറെ കുറെ ബൈക്സ് കിട്ടും. അപ്പൊ ഇത് എല്ലാവരും വാങ്ങുന്ന ഒരു ബൈക്കാണ്. ഇത് ഇതേപോലെ തന്നെ അൾട്രാ റിച്ച്, അല്ലെങ്കിൽ ആ ഡിസൈൻ ബ്യൂട്ടി അത്രയും എൻജോയ്. ഞാൻ പറയട്ടെ, അതായത് നമ്മളിപ്പോ നമുക്ക് ലക്ഷറി വണ്ടികളായിട്ട് കാറുകൾ ഒരുപാട് നമുക്ക്, പക്ഷേ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതേപോലെ തന്നെ ഇതിനെ നമുക്ക്, ഇത് മോട്ടോർ സൈക്കിൾ വേൾഡിൽ ഇതൊരു വൺ ഓഫ് പീസ് ആണ്. കാരണം ഇവർ എൻട്രി ലെവൽ ബൈക്ക്. എന്നാലും നിങ്ങൾ നോക്കി നോക്ക്, ഇവർ ഒരു കോമ്പണന്റ്, ബാക്കി നമ്മൾ ബൈക്സിന്റെ ഓരോ പാർട്സ് മോഡ് ചെയ്യുമല്ലോ. ഈ സീറ്റിന്റെ പൊസിഷൻ, ഇതിന്റെ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികളിൽ നിന്നും ഇതിനൊരു പ്രത്യേക ഒരു യുണീക്കും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ. നമ്മൾക്ക് കണ്ടുകൊണ്ട് ഒറ്റയടിക്ക് കാണുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ സൗരവ് ബ്രോ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അഗ്രസീവ് ആയിട്ടുള്ള. ഇതിന്റെ മോഡലിന്റെ പേരെന്താ? ബ്രൂട്ടാലെ 800. പേര് ബ്രൂട്ടാലെ 800. ഇവിടെ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് നോക്കി കാണാം. ബ്രൂട്ടാലെ 800 പേര് പോലെ തന്നെ ബ്രൂട്ടലായ ബൈക്കാണ്. അത് പോണം എന്നുള്ളൊരു അതന്നെ വേറെ സാധനം. അതും ഇത് പറഞ്ഞാൽ ബാക്കി ബൈക്സ് പോലെ വെയിറ്റ് ഭയങ്കര എന്താ പറയാ, ഹെവി അല്ല. അതായത് ഡ്യൂക്കിനേക്കാൾ ഡ്യൂക്ക് 390 ഇല്ലേ, 9 കിലോ വെയിറ്റ്. ഡ്യൂക്ക് 390 വരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബൈക്കാണ്. ലൈറ്റ് വെയിറ്റ് ഇതൊക്കെയാണ്. അതിനെയും കാട്ടി 7 കിലോ കൂടുതലുള്ളത്. അതെ, ഇത്രയും പവർ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ എന്ത് പോക്കാ പോകുന്നുണ്ടാവാന്ന്. നമ്മൾ ഈ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഗതി, അത് ക്വാളിറ്റി കിട്ടുമ്പോൾ നമുക്ക് വില കൂടും. അതിലൊരു മുതലാണിത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് പാർട്സും എല്ലാം ബെസ്റ്റ് ഓഫ് ദി ബ്രാൻഡ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നുണ്ടാവും ഈ ബൈക്ക് ഉണ്ടാക്കാനായിട്ട്. ഭയങ്കര അഗ്രസീവ്, ഭയങ്കര എന്താ പറയാ, ഒരു പവർഫുൾ ബ്രൂട്ടൽ ആയ ഒരു ബൈക്കാണ്. ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ, അതെ പറഞ്ഞോ, ആക്ടർ അജിത് നമ്മുടെ തല ഓൺ ചെയ്ത ബൈക്കാണ്. ഒരു തലയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹൈലൈറ്റ് ഉള്ള ഒരു സംഗതിയാണ്, ഇങ്ങനെ കരയുന്നതിൽ നിന്ന് ചിരിച്ചു വരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ അദ്ദേഹം ഉപയോഗിച്ച വണ്ടിയാണ്. അതെ, അദ്ദേഹം ഉപയോഗിച്ച വണ്ടി നമുക്ക് കാണാൻ കിട്ടുക തന്നെയാണ് വലിയ കാര്യം. അത് മൂപ്പര് ഒരു മൂവി ഷൂട്ടിന് യൂസ് ചെയ്ത ഒരു ഫേമസ് ആയ ഒരു ബൈക്ക്. മൂപ്പര് 2 ബൈക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ഇതാണ് ഇരിക്കുന്നത്, 1500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നെക്സ്റ്റ് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, 1500 കിലോമീറ്റർ മാത്രം ഓടിയുള്ളൂ. അതെ, നമ്മള് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ? പിന്നെ MV Agusta അഗൈൻ പറയാന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് കൊണ്ട് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബൈക്കാണല്ലോ, കാരണം അത്രയും പ്രൈസിലേക്ക് പോകുന്നുണ്ട്. ബട്ട് നമ്മളിപ്പം റൈഡേഴ്സ് കാർഡിൽ എല്ലാ ബൈക്സും ഇതേപോലെ തന്നെ, നിങ്ങളിപ്പം ഷോറൂം പോയിട്ട് കേൾക്കുന്ന പ്രൈസ് ഞെട്ടിപ്പോയിരിക്കും. നമ്മുടെ കയ്യിലൊക്കെ ക്വാളിറ്റിയോടെ അഫോർഡബിൾ റേറ്റിൽ അതന്നെ. നമ്മൾ 11.49 lakhs ഓൺലി ആണ് ആസ്ക് ചെയ്യുന്നത്. 11.49 lakh എന്ന് പറഞ്ഞാൽ
അത്രേ ഉള്ളൂ. അതായത് അതും നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 18 ലക്ഷം എന്നൊക്കെ നിങ്ങൾ ഇതിന് 18 ആയിരുന്നു അന്നത്തെ റേറ്റ് വന്നത്. അന്നത്തെ റേറ്റ് ആയിരുന്നു. ഇപ്പൊ ഏകദേശം പിന്നെയും കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും ഈ വണ്ടിയൊക്കെ വേണ്ടവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സൗരഭ് ബ്രോയെ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റ് ബോയിനെ പറ്റി പറയുമ്പോഴും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളൊരു ഹൈലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഇതിൽ. അതായത് ഗോൾഡിന്റെ വണ്ടി ഏതായിരുന്നു? ഗോൾഡിന്റെ വണ്ടി ഫാറ്റ് ബോയ് ആണോ? ഓക്കെ, അതായത് 916 ആണ് ഈ ഒരു വണ്ടി. ഒരു സ്വർണ്ണം തന്നെയാണ് ആക്സസറി ഉള്ള വണ്ടി, അതേപോലെ നമ്പറും അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പറയാന്. അതായത് 916 ഗോൾഡൻ വണ്ടിയാണത് അല്ലേ? ഗോൾഡ് വണ്ടി. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതിനെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിന്നിച്ച് പോയാൽ നമുക്ക്. ഇതും ലോഡഡ് ബൈക്ക്, ഫാൻസി നമ്പർ. നമ്മളെ ബൈക്ക് സോൾഡ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോൾഡ് ആയി പോയിട്ടുണ്ട്. 48 the most favored Harley of them all. Okay, available. Iron 883 അടിപൊളി റൈഡിംഗ്. എന്റെ പേഴ്സണൽ ബൈക്ക് അത് മതിയല്ല പറയാം. ഇവര് കൂടുതലായിട്ട് റൈഡ് ചെയ്തത് ഈ ഒരു മോഡൽ. എന്റെ സ്വന്തം ബൈക്ക് Iron 883. നിങ്ങളെ വണ്ടി? അതെ, എനിക്ക് സ്വന്തം ഒരു ഹാർലി ഉണ്ട്, അത് Iron 883. ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സെലക്ഷൻ ആണത്. അതെ, സ്ട്രീറ്റ് റോഡ് സ്റ്റെറോയിഡഡ് സ്ട്രീറ്റ് സീരീസ്. സ്ട്രീറ്റ് 750 ബേസിക് എൻട്രി ലെവൽ ഹാർലി, ദ മോസ്റ്റ് സോൾഡ് ഹാർലി. ട്രയംഫിന്റെ സ്ട്രീറ്റ് വിൻ. Kawasaki Z900. Again പറയേണ്ട ആവശ്യമില്ല, അത് ZX-R. എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്തായാലും ഇനിയിപ്പോ നമുക്കൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ പറയാം അല്ലേ? ഈ വണ്ടിയിൽ ഈ ബൈക്കിന്റെ വേറൊരു കാര്യം നിങ്ങൾ മിസ് ചെയ്തു തോന്നുന്നു. ഓക്കെ, മിസ്സായ കാര്യങ്ങൾ നോക്കിയത്. ഓ, ഇതിന്റെ എക്സോസ്റ്റ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്, നമ്മൾ മാറ്റം ഒന്നും ചെയ്തിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത പോലെ തോന്നും. സീറ്റും ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എയറിൽ നിൽക്കുന്ന പോലെയല്ലേ? ഓക്കെ, ഇത് നമ്മൾ ഈ ബാക്കിൽ നിന്ന് പറയുന്നത് കൊണ്ടേ ഫ്രണ്ടിലുള്ള ഈ കാര്യം നമ്മൾ കാണിച്ചു തരാൻ മറന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാധനം ഇതിന്റെ ഹൈലൈറ്റ് ആണ്. ഇത് നമുക്ക് കമ്പനി സ്റ്റോക്ക് ആണ്, അതിൽ വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ഇത് ചെയ്യാത്തൊരു മോഡലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ അതിന് നല്ല സൗണ്ടും ഇല്ല, അത്യാവശ്യം നല്ല അടിപൊളി സൗണ്ടും ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് വീഡിയോ വളരെ ലോങ് ആയതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പറയാനാണ് നോക്കിയത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക, അത് പറയുമ്പോൾ ഒരു തമാശ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിത് വീഡിയോ തുടങ്ങുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ 1 hour ആയിട്ടുണ്ട്, ഈ വീഡിയോ നമുക്കൊരു 20 മിനിറ്റിൽ ഒതുക്കണം കേട്ടോ. ഞാൻ മൂപ്പരോട് നിർബന്ധം പിടിച്ചിരുന്നു. പക്ഷേ നമുക്കിത് ഒരിക്കലും 20 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒതുക്കാൻ കഴിയില്ല. നമ്മളിതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം പറയണം, നമുക്ക് ഒരുപാട് കഥകൾ പറയണം. എന്നാലും കുറേ കട്ട് ഷോട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. പക്ഷേ ഇതിന്റെ ഫുൾ കഥകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 15 to 25 മിനിറ്റ്സോളം നമ്മൾ ഒരു ബൈക്കിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് അറിയാവുന്നതും ഒക്കെ ഞാൻ പറഞ്ഞുതരും. ബൈക്കിന്റെ ഓവറോൾ പാർട്സിന്റെ ഇത് ബ്രാൻഡ് ചെയ്താ വരുന്നത്, CC സ്പെക്ക്, പിന്നെ റൈഡ് എക്സ്പീരിയൻസ്, എല്ലാം പറയും, പ്രോസ് ആൻഡ് കോൺസ് എല്ലാം നമ്മൾ പറയുന്നത് എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 ഇട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ബൈക്ക് ഏതായി കഴിഞ്ഞാലും കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ പോയാലും റിവ്യൂ ഞാൻ ചെയ്യും. അറിയേണ്ടതൊക്കെ എല്ലാവരും അടിച്ചു കയറി പോരെ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് അടിച്ചു കയറി വാടാ. ഓക്കെ, നമ്മളിതാ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പറയാൻ വിട്ടുപോയ സംഗതി അല്ലേ, അതുകൂടി നമുക്ക് പറയാം. പിന്നല്ല, iPhone 13 Pro, iPhone 15 ഇതിൽ ഏത് വേണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 50,000 രൂപ ക്യാഷ് സ്പോട്ട് ഗൂഗിൾ പേ ജിപേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ട് തരും. ഇപ്പൊ നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ ആർക്കും ഇത് കൊണ്ടുപോകാം. ഒരു ബ്രോ, നമ്മളിത് മാത്രല്ല, കൂടാതെ ഞാൻ തന്നെ ബൈക്ക് കണ്ടിട്ട് മറന്നുപോയി ഇത് കൂടാതെ നമ്മൾ 5 പേർക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് ഗിവയും കൂടെ ഉണ്ട്. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോത്സാഹനമായിട്ട് 5 പേർക്ക് ക്യാഷ് പ്രൈസ്. ഇതിങ്ങനെ കുറെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആകെ ഒരാൾക്ക് മാത്രം കിട്ടുന്നത് അപ്പൊ അതിലൊരു 2-3-5 പേരും കൂടി നമ്മൾ വേറെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഗിവ് അവേയിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളി. നമ്മൾ റൈഡേഴ്സ് കാർട്ടിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ബൈക്കിന്റെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലാണ് നമ്മൾ ഇത് ഗിവ് അവേ ചെയ്യാൻ പ്ലാൻ ഉള്ളത്. അപ്പോൾ മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് തുടങ്ങിയാൽ ലാഭമുള്ള ഒരു സംഗതിയാണ്. ഫോണാണ്, അല്ലെങ്കിൽ 50,000 രൂപയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവരെ പേജിൽ നമ്മൾ വണ്ടികൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതുമല്ല, നമ്മുടെ സൂപ്പർ ബൈക്കിന്റെ പേജാണ്, അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്തു വിചാരിച്ചിട്ട് ഒരിക്കലും നഷ്ടമാവില്ല. ഇതേപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വെറൈറ്റി ആയ ബൈക്സ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കും. അതെ, അത് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വരുന്ന റെഡി സ്റ്റോക്ക് ബൈക്സ് നമ്മുടെ കയ്യിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ബൈക്സ് ഒക്കെ എങ്ങനെ അതിലുണ്ടാവും. വേറൊരു കാര്യം കൂടെ പറയാണ്ട്, ഇതിപ്പോ നമ്മളും വേറെ ആൾക്കാർ നമ്മൾ ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ബൈക്ക് ചെക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കുന്ന എല്ലാ വണ്ടികളും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുക്കൂല. അപ്പം അത്രയും കോൺഫിഡൻസോടെ നിങ്ങൾക്ക് നമ്മൾ ബൈക്ക് എടുക്കുക. കാരണം സൂപ്പർ ബൈക്ക് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ കൺസേൺ എന്താണ്, അതിന്റെ റിലയബിലിറ്റി, പിന്നെ ഇതേപോലെ പാർട്സ് കിട്ടും, അല്ലെങ്കിൽ വണ്ടി കേടാവും, കുറെ പൈസ ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്വന്തം പൈസ ഇട്ടിട്ട് വാങ്ങുന്ന ആ അഷ്യൂരിറ്റി ഉള്ള വണ്ടികൾ അത്. അല്ല, ഇനിയിപ്പോ പാർക്ക് ആൻഡ് സെയിലിന് എന്തെങ്കിലും കസ്റ്റമർ വരികയാണെങ്കിൽ, പാർക്ക് ആൻഡ് സെയിലാണെങ്കിൽ നമ്മൾ ഫുൾ പാർക്ക് സെയിൽ എടുക്കൽ വളരെ കുറവാണ്. നമ്മൾ ബൈക്ക് എടുത്തിട്ട് അതുപോലെ കസ്റ്റമർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ബാക്കിയുള്ള ഇതായിട്ട് നോക്കുമ്പോൾ മേ ബി ഡിഫറൻസ് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണിച്ചിരുന്നു,
ആ വണ്ടി ബാക്കി നമ്മൾ റിസ്ക് ആണല്ലോ. ഇത് അങ്ങനെയല്ല, ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് തിരിച്ചു വരാം. നമ്മളത് റെഡിയാക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം, കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരി, ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ നിന്ന് സൗരഭ്യം ഇങ്ങനെ പോവാണ്. നമ്മളൊരു ഏക്കർ കണക്കിന് ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ഫ്രെയിമിൽ ഒരിക്കലും കിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ ബൈക്കിൽ കൈ കുത്തി പറയാം, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് വിടുക. ഓക്കെ, പിടിച്ചിരിക്കാം. സൗരഭ്യം അങ്ങനെ തെറിച്ച് നടക്കുകയാണ്. കഴിഞ്ഞതിൽ ഫുള്ള് തെറിക്കൽ ഞാനാണ്, ഇതിൽ ഫുൾ സ്കോർ സൗരഭ്യം കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ കാണാം ആരാണ് സ്കോർ ചെയ്തത്, നമുക്ക് അതിലറിയാം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള വണ്ടി ഏതാണ് നമുക്ക് കമന്റ് ബോക്സിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാം ഏത് ബ്രാൻഡിനാണ് അല്ലെങ്കിൽ ഏത് ബൈക്കിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ കമന്റ് വരുന്നെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആ നിഞ്ച കിളിക്കുഞ്ഞ് ആ പച്ച കളർ വണ്ടി ആയിരിക്കും. ഈ സൗരഭ്രോ കേസ് ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ അതന്നെയൊക്കെ വരുന്നുണ്ടാവുക. എന്റെ ഫേവറേറ്റ് പറയുന്ന ഒരു ഡ്രീം സാധനം, നമ്മള് ഇതിന്റെ പറഞ്ഞ ഞാൻ ബൈക്ക് തുടങ്ങിയ ഈ സെയിൽ തുടങ്ങിയ ആ ടൈം മുതൽ നമ്മൾ എന്താ പറയുക, എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇത് കൊണ്ടുവരണം. കാരണം അത് കിട്ടാനില്ല, അങ്ങനെ നല്ല ബൈക്ക് കിട്ടാനില്ല, നല്ല ബൈക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിട്ട് സംസാരിച്ചിട്ടാണ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ഓക്കെ, നിർത്താം. നമുക്ക് ഇനി കഥ പറയാൻ ഒരുപാടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ അമർത്തിക്കോളി. നമ്മുടെ ഫിനാൻസിന്റെ ലാസ്റ്റ് ഫൈനൽ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ട്, ഫിനാൻസ് എങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് എങ്ങനെയൊക്കെ കൊടുക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ബാങ്ക് ആയിട്ടാണ് ചെയ്യുന്നത്, പ്രൈവറ്റ് ഫിനാൻസ് കാര്യങ്ങളൊന്നുമല്ല. സോ ബേസിക്കലി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ 2018 ആൻഡ് അബവ് KL രജിസ്റ്റേർഡ് ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടാവും. അതിനെന്താ ചെയ്യണം, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ബാങ്ക് സ്റ്റാഫ് ആയിട്ട് നമ്മൾ വേറെ കാര്യം കൂടി അതിൽ ജസ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് എന്തെങ്കിലും വേണ്ടിയിരുന്നുള്ളത്, ഡോക്യുമെന്റ്സ് ഡയറക്റ്റ് ബാങ്ക് സ്റ്റാഫ് പറയും. അത് കാരണം ഡോക്യുമെന്റ്സും ഇതേപോലെ വേരിയേഷൻ വരും, നിങ്ങൾ ഓരോ ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന പോലെ. അപ്പൊ അത് ബാങ്ക് സ്റ്റാഫ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മിനിമം എന്തെല്ലാം വേണ്ടിയിരുന്നുള്ള ആധാർ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ഉണ്ടാവില്ല കൊടുക്കാനുള്ളത്. 6 മന്ത്സിന്റെ സ്റ്റേറ്റ്മെന്റും അങ്ങനത്തെ ആയിരിക്കും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ഒന്നല്ല, സിമ്പിൾ പ്രൊസീജിയർ ആണ്. വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും അറിയാം, എന്നാലും നിങ്ങൾ ക്ഷമിക്കുക അല്ലേ. അതല്ല നമുക്ക് പറയാനുള്ളത്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ. അതെ, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് അതിൻ്റെതായ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ വണ്ടിയെ പറ്റി ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ, നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വലിയ ആളുകൾ അറിയുന്ന ആളുകൾ, അപ്പൊ അറിയുന്ന ആളുകൾക്ക് ഇപ്പൊ നമ്മളിത് ഇങ്ങനെ പിന്നെയും കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ ആളുകൾ നമ്മളോട് ക്ഷമിക്കുക. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷം നമ്മളോട്. നമ്മൾ വളരെ ഒരു ബേസിക് റിവ്യൂ പോലെ കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഇത് എത്തിക്കാൻ വേണ്ടി. കാരണം സൂപ്പർ ബൈക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാവരും എത്തിപ്പെട്ടില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു റിവ്യൂ ആണല്ലോ, ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ പേജിൽ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഐഫോണുകളും അല്ലെങ്കിൽ 50,000 രൂപയും അല്ലെങ്കിൽ ക്യാഷ് പ്രൈസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ജസ്റ്റ് താഴെ ലിങ്കിൽ കയറിയിട്ട് പങ്കെടുക്കുക. എന്തായാലും മസ്റ്റായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോകൾ കാണണം, കണ്ടിരിക്കണം. നമ്മൾ ഇതിന്റെ മുന്നേയും ഇവിടെ വീഡിയോ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. മസ്റ്റായിട്ട് പങ്കെടുത്തോളെ, ഇത് മിസ്സാക്കണം. അതെ, തീർച്ചയായിട്ടും. ബൈ ബൈ പറയല്ലേ. യെസ്, ബൈ ബൈ. അപ്പോൾ റൈഡർ സ്റ്റാർട്ടറിൽ സ്പൾബറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. യൂട്യൂബിൽ ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് തന്നെ വരട്ടെ. ഓക്കെ, ബൈ ബൈ.